So I'm going to be ranking some of the property strategies in the UK. ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനകത്ത് ചില സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും, ചിലത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. സോ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ്? സോ myself Mo, I am a property investor and a property entrepreneur based in the UK. I am also involved in business acquisitions. We also train property individuals who would like to get involved in property. നമുക്കൊരു 130 ആൾക്കാർ നമ്മളിപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്ട്രാറ്റജീസും ഇൻഡിവിജ്വലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഐ വിൽ ടെൽ യു ഏതിലാണ് റിസ്ക് കുറവ്, ഏതിലാണ് റിസ്ക് കൂടുതൽ. അപ്പം ഇഫ് യു ആർ നോട്ട് ഇൻ ടു പ്രോപ്പർട്ടി, കൈൻഡ്ലി സ്കിപ്പ് ദിസ് വീഡിയോ ഫ്രം ഹിയർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പ്രോപ്പർട്ടി സ്ട്രാറ്റജീസ്. സോ അവർ ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ് ബൈ ടു ലെറ്റ്, സിംഗിൾ ലെറ്റ്. സോ സിംഗിൾ ലെറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, വെരി സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങളൊരു വീട് വാങ്ങിക്കുന്നത്, ആ വീട് വാടകയ്ക്ക് കൊടുക്കും. സിമ്പിൾ ആസ് ദാറ്റ്, നത്തിങ് മച്ച്. നിങ്ങൾ വാങ്ങിക്കുന്ന വീട് അതേപടി വാടകയ്ക്ക് കൊടുക്കുന്നത്, അതാണ് സിംഗിൾ ലെറ്റ്, ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത്. അപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ, യു ബൈ എ പ്രോപ്പർട്ടി, എന്നിട്ട് നമ്മൾ യൂഷ്വലി സിംഗിൾ ലെറ്റ് എന്ന് പറയുമ്പം ഫാമിലീസാണ് താമസിക്കുന്നതെങ്കിലും അവരൊരു ലോങ് ടേം ലെറ്റിലേക്കാണ് അവർ കയറുന്നത്, ഒരു 6 മാസമോ 1 വർഷമോ. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കണക്ക് ഇപ്പോൾ പുതിയ റെൻറ്റേഴ്സ് റൈറ്റൊക്കെ വന്നു. പഴയ കണക്ക് നമുക്ക് 6 മാസത്തേക്ക് 1 വർഷത്തേക്കൊന്നും ലോക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ തന്നെയും ദിസ് ഇസ് വാട്ട് യു കോൾ എ സിംഗിൾ ലെറ്റ്. ഇനി അത് എന്തുകൊണ്ടാണ് വർക്കാവുന്നത് എന്ന് ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ, സ്റ്റേബിൾ ഡിമാൻഡ്, പ്രഡിക്റ്റബിൾ ഇൻകം. നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ വീട്ടിൽ നിന്ന് എത്രയാണ് വാടക വരുന്നത്, അതിൻ്റെ മോർഗേജ് പേയ്മെൻറ്റ്സ് എത്രയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാം. അത് വാടകയ്ക്ക് കൊടുക്കാൻ നേരത്തെ ആ ഒരു ബൈറ്റ്ലെറ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ യു ഡു യുവർ ഡ്യൂ ഡിലിജൻസ് ആൻഡ് ചെക്ക് ഇഫ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെയും അവിടെ വാടകയ്ക്ക് ആൾക്കാരെ കിട്ടുമോ ഇല്ലയോ എന്ന്. പിന്നെ ഓൾസോ ഇപ്പോൾ നൗ ദെയർ ആർ ഹൗസസ് ടെനൻസ് ഇൻ സിറ്റു ബൈറ്റ് ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് വാടകക്കാർ ആ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ആ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പർച്ചേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന ഡേ 1 തൊട്ട് ആ വീട്ടിൽ നിന്നുള്ള വാടക നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ബെയർ ഇൻ മൈൻഡ്, ഇതാണ് നിങ്ങൾ റൈറ്റ് മൂവിൽ കയറി നോക്കുമ്പോൾ കാണുന്നത്. യു ബൈ ദിസ് പ്രോപ്പർട്ടി ആൻഡ് യു മേക്ക് £1000 ഫ്രം ഡേ 1 എന്നായിരിക്കും അതിൽ കാണുന്നത്. കീപ്പ് ഇൻ മൈൻഡ് യു ഹാവ് അതർ എക്സ്പെൻസ് വിച്ച് ഇസ് ആ വീടിൻ്റെ മോർഗേജ് ചിലപ്പോൾ അടയ്ക്കാണ്ടായിരിക്കും, ചിലപ്പോൾ ബിൽസ് നിങ്ങൾ കവർ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്കുണ്ടായിരിക്കും, ആ പ്രോപ്പർട്ടിക്കുള്ള ഇൻഷുറൻസ് നിങ്ങൾ കവർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പം ഇത് ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ, ഒരുപാട് ഡീപ്പർ സ്ട്രാറ്റജീസ് ഒന്നും അറിയാത്ത ആൾക്കാർ, പൈസയുണ്ട് അത് വെച്ച് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നാണെങ്കിൽ ദിസ് പ്രോപ്പർട്ടി, ഈ ഒരു സ്ട്രാറ്റജി ബൈ ടു ലെറ്റ്, സിംഗിൾ ലെറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഫോർ യു. കാരണം നത്തിങ് മസ്റ്റ് ടു ഡു, യു ജസ്റ്റ് സ്പെൻഡ് യുവർ മണി. ഡെപ്പോസിറ്റ് എന്താണെന്ന് തരിക, മോർഗേജ് ആണെങ്കിൽ അത്, ഫുൾ ക്യാഷ് ആണെങ്കിൽ അത്, യു ബൈ ദ പ്രോപ്പർട്ടി, നേരെ ലെറ്റ് ഔട്ട് ചെയ്യും, യു ഗെറ്റ് ദ റെൻറ്റ് അവിടുന്ന്. ഇതിൻ്റെ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ, അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈസി ടു സ്റ്റാർട്ടാണ്. യു ജസ്റ്റ് ബൈ ആൻഡ് ദെൻ വാടകയ്ക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ROI കുറവാണ്. എന്താണ് ROI? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നിങ്ങൾ കയ്യിൽ നിന്ന് ഇടുന്ന കാശും മന്ത്ലി കിട്ടുന്ന ക്യാഷ് ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്താൽ ഇറ്റ് യൂഷ്വലി ടേക്സ് മോർ ദാൻ 5 ഇയേഴ്സ്. 5 ഇയേഴ്സ് എന്ന് ഞാൻ പറയാനുള്ള റീസൺ, 20% ROI എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് യുവർ മണി ബാക്ക് ഇൻ 5 ഇയേഴ്സ് ടൈം. അപ്പോൾ 20% ROI യൂഷ്വലി നോർമൽ വൈറ്റ്ലെറ്റ്സിന് കിട്ടാറില്ല. സോ 20% ROI അല്ല എന്നാണെങ്കിൽ മീ പേഴ്സണലി ഐ വുഡൻ കോൾ ഇറ്റ് എ ഗുഡ് ഡീൽ. അപ്പോൾ അതുകൊണ്ട് ബൈറ്റ്ലെറ്റ് വാങ്ങിച്ചാൽ ഇത് കണക്ക് മന്ത്ലി റിട്ടേൺസ് കുറവായിരിക്കും, ROI കുറവായിരിക്കും, പക്ഷേ മച്ച് മോർ ഈസി ടു ഡു. അതേ കണക്ക് വീട് വാങ്ങിക്കാൻ നേരത്തെ ഈവൻ ഡെപ്പോസിറ്റൊക്കെ ഇടേണ്ടി വരും. ഇപ്പോൾ ബൈറ്റ്ലെറ്റ് ആയതുകൊണ്ട് അതൊരു റെസിഡൻഷ്യൽ മോർഗേജ് അല്ല, അതൊരു ബൈറ്റ്ലെറ്റ് മോർഗേജ് ആണ്. അത് കാരണം യു പുട്ട് 25% ഡെപ്പോസിറ്റ്, 100,000 വീടാണെങ്കിൽ £25,000. അതാണെങ്കിൽ 25% ഡെപ്പോസിറ്റാണ് നിങ്ങൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരുന്നത്. അപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഹ്യൂജ് ആയിരിക്കും. അതാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഡിപ്പെൻഡിങ് ഓൺ ദി പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടിയും കാണും. പിന്നെ എക്സ്ട്രാ മോർഗേജ് അഡ്വൈസേഴ്സ് ഓഫ് സോൾസിറ്റ്, ഡസൻറ്റ് മാറ്റർ എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും മോർഗേജ് യൂസ് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ്സ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇതിൻ്റെ റിസ്ക് നോക്കുകയാണെങ്കിൽ എത്രമാത്രം റിസ്ക് ആണ് എന്ന് ചോദിച്ചാൽ, ഐ വുഡ് സേ ദിസ് ഇസ് എ വെരി ഹൈ റിസ്ക് സ്ട്രാറ്റജി. കാരണം അഗൈൻ ദിസ് നോട്ട് എ ഫാൻസി സ്ട്രാറ്റജി, വെരി ഈസി ടു ഡു. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഹൈ റിസ്ക് ആണ്. അത്രയും പൈസ ഒരു ബൈ ടു ലെറ്റിൽ കൊണ്ടിടാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. സോ മീ പേഴ്സണലി ഐ വുഡ് കീപ്പ് ഇറ്റ് ഇൻ ഹൈ റിസ്ക്. സോ നമ്മളെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെൻറ്റ് ടു റെൻറ്റ് HMO. അപ്പോൾ റെൻറ്റ് ടു റെൻറ്റ് ആസ് യു ഓൾ നോ, നമ്മൾ വീടെടുത്തിട്ട് ലീഗലി സബ്ലെറ്റ് ചെയ്യുന്നത്, അതൊരു HMO, ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഒക്യുപ്പേഷൻ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കാൻ നേരത്തെയാണ് റെൻറ്റ് ടു റെൻറ്റ് HMO എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, പക്ഷേ ബുദ്ധിമുട്ടല്ല. ഇഫ് യു നോ എക്സാക്ട്ലി വാട്ട് ടു ഡു, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ഇനി വൈ ഇറ്റ് വർക്ക്സ്, HMO ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈറ്റ് പോലെയല്ല. അതായത് ഒരു സിംഗിൾ ലെറ്റ് ഒരു ഫാമിലിക്കല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു 3 or 4 ബെഡ്റൂം ഓർ ഈവൻ ഹയർ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് ഉള്ള വീട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഓരോ ഇൻഡിവിജ്വൽ റൂമിലും
ഓരോ അൺറിലേറ്റഡ് ആൾക്കാരെയാണ് നമ്മൾ താമസിപ്പിക്കുന്നത്. അതിനാണ് ഹൗസ് ആൻഡ് മൾട്ടിപ്പിൾ ഒക്യുപേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്യൂട്ടബിളായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നേരത്തെ പറഞ്ഞ ബൈ-ടു-ലെറ്റ് പോലെയല്ല. നമുക്കൊരു മന്ത്ലി ക്യാഷ് ഫ്ലോ ഭയങ്കര ഹൈ ആണ്. കാരണം നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 4 ബെഡ്റൂം വീട് എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 ബെഡ്റൂം ഹൗസിൻ്റെ റെൻ്റ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ പ്രൈസ് ആയിരിക്കും. പക്ഷേ നമ്മളത് ആ ഒരു വീട് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു HMO ഫോമാറ്റിലാക്കി കഴിയാൻ നേരത്തെ യൂഷ്വലി ഹയർ റെൻ്റാണ്. അതിന് സൂപ്പർ റെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഫോമിലാക്കാൻ നേരത്തെ ലെറ്റ്സ് സേ അതേ വീട്ടിൽ ലിവിങ് റൂം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബെഡ്റൂം ആക്കുകയാണ്. അത് കംപ്ലൈൻറ്റ് ആണെങ്കിൽ ആ ഒരു കൗൺസിലിൽ നോക്കി ഡീറ്റെയിൽസൊക്കെ നോക്കി അവർ HMO കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ ഒരു ബെഡ്റൂമും ആ ഒരു ലിവിങ് റൂമും നമുക്ക് ബെഡ്റൂം ആക്കാൻ പറ്റും. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ആ വീട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു 4 ബെഡ്റൂം ഹൗസ് നമ്മൾ ഹോൾ വീടിന് ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി 4 ബെഡ്റൂം ഇൻഡിവിജ്വലി ആക്കുമ്പോൾ തന്നെ റെൻറ്റ് കൂടുതൽ കിട്ടും. പ്ലസ് ഈ ലിവിങ് റൂമും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദാറ്റ്സ് എൻ എക്സ്ട്രാ ബെഡ്റൂമിൻ്റെ റെൻ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ലാൻഡ് ലോഡ് ഓക്കെ ആവണം നമ്മൾ ഈ ഒരു കമ്പനിയിലായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ചെറിയൊരു ഡൗൺ സൈഡ്. പക്ഷേ ഇറ്റ്സ് ഈസി. ഒബ്വിയസ്ലി റെൻറ്റിന് എടുക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്ക് ഇതാണെങ്കിൽ പ്രോപ്പർട്ടി എടുക്കാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊരു HMO പ്രോപ്പർട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ലെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ മാസ് ഞാൻ പറഞ്ഞില്ലേ 25% ഡെപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ HMO ഡീലാണ്. നമ്മൾ ആകെ കൈനിരേണ്ടി വരുന്നത് വീടിൻ്റെ റെൻറ്റും ഡെപ്പോസിറ്റും പിന്നെ ഫേർണിച്ചർ എന്തെങ്കിലും വരണമെങ്കിൽ അതും കൂടി ഇരേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ കുറവായിരിക്കും കമ്പയർഡ് ടു ബൈ-ടു-ലെറ്റ്. അത് കണക്ക് ഈ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഒരു വീടിൻ്റെ റെൻറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡെപ്പോസിറ്റ് എല്ലാം കൊടുക്കേണ്ടി വരും. പക്ഷേ ബൈ-ടു-ലെറ്റ് പോലെ എക്സ്ട്രീംലി ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരുന്നില്ല. പക്ഷേ ക്യാഷ് ഫ്ലോ അടിപൊളിയായിരിക്കും. നമ്മൾ കറക്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ലിവിങ് റൂമൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലൈൻ്റ് ആണ്, നമുക്ക് ബെഡ്റൂം ആക്കാൻ പറ്റുമെങ്കിൽ ക്യാഷ് ഫ്ലോ അടിപൊളിയാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യാൻ നേരത്തെ. അത് കണക്ക് ഇൻകം കിട്ടാനായിട്ട് അധികം ഡിലേ വരുന്നില്ല. കാരണം ഓരോ റൂമിൽ നിന്നും നമുക്കറിയാം എത്രയാണ് നമുക്ക് കിട്ടുന്നത്, ലാൻഡ് ലോണിന് കൊടുക്കുന്ന എമൗണ്ട് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഫ്രം മന്ത് 1 കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് പ്രോഫിറ്റബിളിലേക്ക് ആക്കാൻ പറ്റും. പക്ഷേ അഗൈൻ നമ്മൾ ആദ്യം കൈന്നിട്ട് കാശ് തിരിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്നാൽ തന്നെയും യു നോ ഹൗ മച്ച് മണി ഈസ് കമ്മിങ് ഇൻ. അപ്പോൾ റിസ്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ്, അധികം ഇല്ല. അപ്പോൾ HMO റെൻറ്റ് ടു HMO എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി എന്ത് ചെയ്യുക എവിടെ കിടക്കുന്നത് റെൻറ്റ് ടു റെൻറ്റ് HMO എന്ന് പറയുന്ന സ്ട്രാറ്റജി ഞാനത് മീഡിയം റിസ്കിൽ കൊണ്ടിടുകയാണ്. മീഡിയം റിസ്ക് ഇടാനുള്ള വൺ ഓഫ് ദ റീസൺസ് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും റൂം വോയിഡ് പീരീഡ് വന്നാൽ വാടകയ്ക്ക് അവിടെ ആളെ കയറ്റാൻ പറ്റിയില്ല, അങ്ങനെ വരരുത് ഒബ്വിയസ്ലി. കാരണം യു ഹാവ് ടു ഡു യുവർ സപ്ലൈ ഡിമാൻഡ് ഡ്യൂ ഡിലിജൻസ് ചെക്സ് എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ് മസ്റ്റ് വറി. എന്നാൽ തന്നെയും സ്റ്റിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ 1-2 റൂം ഒഴിഞ്ഞു കിടന്നാൽ ബ്രേക്ക് ഈവൻ അല്ല എന്നാണെങ്കിൽ റെൻറ്റ് കൈന്നിടേണ്ടി വരും. അതുകൊണ്ട് ഐ വിൽ കോൺ പുട്ട് ദിസ് ഇൻ ദ മീഡിയം റിസ്ക്. So let's move on to the next strategy, which is BRRR. എന്താണ് BRRR? Which is buy, refurb, refinance and rent. വേറെ രീതിയിലും പറയാറുണ്ട്, ബൈ, റീഫർബ്, റീഫൈനാൻസ് ആൻഡ് റിപ്പീറ്റ്. ഏത് രീതിയിലും വേണമെങ്കിലും പറയാം. അപ്പം ഈ സ്ട്രാറ്റജി എന്താണ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംഭവമാണ്. ഈ സ്ട്രാറ്റജി ചെയ്യാൻ നേരത്തെ നമുക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഇല്ല, ഞാൻ അത് വെച്ച് എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ ബൈ-ടു-ലെറ്റ് പറഞ്ഞു. അപ്പോൾ അതായത് യു ജസ്റ്റ് ബൈ എ ഹൗസ്, ഡെപ്പോസിറ്റ് കൊടുക്കുന്ന, വീട് വാങ്ങിക്കുന്ന, വാടകയ്ക്ക് കൊടുക്കുന്നു, സിമ്പിൾ ആസ് ദാറ്റ്. ഈ BRRR എന്ന് പറഞ്ഞ സ്ട്രാറ്റജി സംവാട്ട് സിമിലർ ആണ്. പ്രോപ്പർട്ടി പർച്ചേസ് ആണ് ഒബ്വിയസ്ലി. നമ്മൾ വീട് ആദ്യം വാങ്ങിക്കുന്ന വീട് എന്താണ് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ വാടകക്കാരുള്ള വീട് തന്നെ വാങ്ങിക്കും. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പൊളിഞ്ഞ വീട്. മറ്റേത് നമ്മൾ വീട് വാങ്ങിച്ച് നേരെ വാടകയ്ക്ക് കൊടുക്കുകയാണ്, സിംഗിൾ ലെറ്റ്. റെൻറ്റ് ടു റെൻറ്റ് HMO എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് പർച്ചേസ് റിലേറ്റ് ചെയ്താണ് BRRR. വാങ്ങിക്കുന്ന വീട് പൊളിഞ്ഞ വീടായിരിക്കും. ആ വീട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ആ വീട് നമ്മൾ റീഫർബ് ചെയ്ത് കഴിഞ്ഞ് ആ വീടിന് പുതിയൊരു വാല്യുവേഷൻ എടുക്കും. ഇപ്പോൾ ലണ്ടനെ വെച്ച് നമ്മൾ പുതിയൊരു വാല്യുവേഷൻ എടുക്കും. ആ വാല്യുവേഷൻ്റെ അപ് ടു 75% ഓർ ഈവൻ സം സിനാരിയോസ് 80% നമുക്ക് റീഫൈനാൻസ് ചെയ്യാൻ പറ്റും, റീമോർഗേജ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി നല്ലതാണോ എന്ന് വെച്ചാൽ 100% അടിപൊളി സ്ട്രാറ്റജിയാണ്. പക്ഷേ യെസ്, പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ്ലി ഇത് എന്തുകൊണ്ടാണ് നല്ല സ്ട്രാറ്റജി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വിച്ച് ഇസ് നമ്മൾ ഈ പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ നേരത്തെ നമുക്ക് ആ സിംഗിൾ ലെറ്റ് പോലെ തന്നെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ അതേ കണക്ക് 25% ഇടണം. പക്ഷേ സംതിങ് എക്സ്ട്രാ. കാരണം എന്താണ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വാങ്ങിക്കുന്ന പൊളിഞ്ഞ വീടാണ്. അപ്പോൾ പൊളിഞ്ഞ വീടായതുകൊണ്ട് ആ വീട് റീഫർബ് ചെയ്യാനുള്ള കാശും കയ്യിൽ കരുതിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിലും ദർ ആർ വേസ് ലൈക്ക് ബ്രിഡ്ജിങ് ഫൈനാൻസ്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ഗോയിങ് ടു ദാറ്റ് ഇൻ ഡീറ്റെയിൽ നൗ. അഗൈൻ കയ്യിൽ നിന്നുള്ള ഇടുന്ന കാശ് ബൈ-ടു-ലെറ്റിനെക്കാട്ടിയും കൂടുതലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വർക്കാവുന്നത് ആ ഒരു 6 months or 7 months or 8 months, how much time it takes to do the refurb, you can pull out your money. റീഫൈനാൻസ് ചെയ്യാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വീടിൻ്റെ പുതിയ വാല്യൂവിൻ്റെ 75 to 80% നിങ്ങൾക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ്സ് ക്ലാസിഫൈഡ് ആസ് എ ഗുഡ് ഡീൽ. പിന്നെ
ബിഗിനേഴ്സിന് ഒട്ടും റെക്കമെൻഡ് അല്ല. ഇത് ചെയ്യാൻ യു നീഡ് ടു നോ ടു മെനി തിങ്സ്. ഞാനിപ്പോൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല, കാരണം അത്രമാത്രം സാധനങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഫുൾ പവർ ടീം തന്നെ നിർബന്ധമായിട്ടും വേണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ബിൽഡേഴ്സിനെ കണ്ടുപിടിക്കണം, കറക്റ്റായിട്ടുള്ള ഡീല് കണ്ടുപിടിക്കണം, റീഫൈനാൻസ് ചെയ്യാൻ നേരത്തെ പുതിയ GDV എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അതേ കണക്ക് നിങ്ങൾക്ക് റീഫൈനാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂ എത്തണം. അത് എത്താൻ വേണ്ടി കറക്റ്റ് സോൾഡ് ഹൗസ് കമ്പാരബിൾസ് ഉണ്ടായിരിക്കണം. ദസ് ടു മെനി തിങ്സ്. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ ഡെഫിനറ്റ്ലി ഇഷ്ടം പോലെ ഇടേണ്ടി വരും. ക്യാഷ് ഫ്ലോ ആണെങ്കിൽ യെസ്, ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു HMO ഫോമാറ്റിലാക്കിയാൽ നല്ല ഇൻകം നമുക്ക് കിട്ടും. സമയം നമുക്കൊരു 6 months എടുക്കും. അതിൽ കുറച്ച് എടുക്കും. നമുക്കിപ്പം ഇനിഷ്യലി മോഗേജ് അല്ല, ഫുൾ ക്യാഷൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കും. സ്റ്റിൽ ബിൽഡേഴ്സ് ഡിലേ ആക്കിയാൽ യു ക്യാൻ റിയലി ഡു എനിത്തിങ്. അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. റിസ്ക് ലെവൽ നല്ല കൂടുതലാണ്. നമ്മൾ പ്രോപ്പർ എക്സ്പെർട്ട് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ യു നീഡ് എ ടീം. സോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് റാങ്ക് ചെയ്യാം. സോ BRR സ്ട്രാറ്റജി ഞാനിതൊരു ഹൈ റിസ്ക്, മീഡിയം റിസ്ക്, സത്യം പറഞ്ഞാൽ BRR സ്ട്രാറ്റജി ഞാൻ മീഡിയം റിസ്കിലിടാൻ നിന്നെയാണ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് റെൻറ്റ് HMOസിൻ്റെ മീഡിയം റിസ്ക് ഞാനത് ഹൈ റിസ്കിലിട്ടയാണ്. മേ ബി 2-3 കാറ്റഗറിയിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറ്റിയിട്ടാണ്. പക്ഷേ എന്നാൽ തന്നെയും ഹൈ റിസ്ക് ആണ് ഡെഫിനറ്റ്ലി. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രാറ്റജീസ് ആണ്. റിസ്ക് എലമെൻറ്റ് കൂടുതലാണോ? യെസ്, കൂടുതലാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ട്രാറ്റജി വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ആൻഡ് ഞാൻ ഒരു തവണ ചെയ്തിട്ടുണ്ട്, പക്ഷേ നാട്ടിലാണ് എന്നേ ഉള്ളൂ, UK യിലല്ല. പക്ഷേ അല്ല, UK യിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വിച്ച് ഇസ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. സോ എന്താണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്? ഫ്രം സ്ക്രാച്ച് നിങ്ങളൊരു തറയെടുത്ത് അവിടെ പ്ലാനിങ് എടുത്ത് വീട് കെട്ടി അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഫുൾ പ്രോസസ്സ്, അതാണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ വീട് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഫ്രം സ്ക്രാച്ച് തറയെടുത്ത് പ്ലാനിങ് പെർമിഷൻ എടുക്കുന്നത് തൊട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റിനകത്ത് എല്ലാം കാണും. സോ ഏറ്റവും മെനക്കേട് കൂടുതലുള്ള പണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെയാണല്ലോ, ഏറ്റവും മെനക്കേടുള്ള സാധനമാണ് നമുക്കിഷ്ടം. അപ്പം അതാണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 2022 ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ വാങ്ങിച്ച പ്രോപ്പർട്ടി പ്രൈസൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ബേസിക്കലി ഞാൻ വീട് വാങ്ങിച്ച ഒരു ബ്രാൻഡ് ന്യൂ ആയിരുന്നു. വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത എമൗണ്ടില്ലേ, ഇഫ് ഐ വാസ് ടു ടേക്ക് എ ഗസ്, കാരണം ഇപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം, ഇറ്റ് പ്രോബ്ലി വുഡ് ഹാവ് കോസ്റ്റഡ് ദം, ഞാൻ അവർക്ക് കൊടുത്ത കാശിൻ്റെ പകുതി ഓർ ഈവൻ 60% അത്രേ അവർക്ക് കോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ ഒരു വീട് കെട്ടാനായിട്ട്. അതാണ് എൻ്റെ മാർജിൻ. അതായത് ബേസിക്കലി നമ്മൾ ചിലവാക്കുന്ന കാശില്ലേ, ആ കാശും കിട്ടും, അത്രയും എമൗണ്ട് തന്നെ എക്സ്ട്രായും കിട്ടും. അതാണ് അതിൻ്റെ മാർജിൻ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇത് പക്ക എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി. നമുക്ക് ഫുൾ ടീം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റത്തേയില്ല, അതിനകത്ത് ഒരു സംശയമില്ല. അത് കണക്ക് അഗൈൻ നമുക്ക് ഈ ഫുൾ പവർ ടീം വേണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഇത്രയും ടീമിനെ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ നീഡഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബൈ ടു ലെറ്റിനെ കാട്ടിയും BRRനെ കാട്ടിയും എല്ലാത്തിനും കാട്ടിയും കൂടുതലാണ്. കാരണം തറ വാങ്ങിക്കണം, അത് കഴിഞ്ഞ് കെട്ടുന്ന വീടിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള പ്ലാനിങ് എടുക്കണം. പ്ലാനിങ് ക്യാൻ കോസ്റ്റ് ലോട്ട് ഓഫ് മണി. നമുക്ക് പേഴ്സണലി പ്ലാനിങ് എടുക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. സോ എനിക്ക് അത്യാവശ്യം ഫിഗേഴ്സ് നല്ലപോലെ അറിയാം. ലൈക്ക് അവരാണ് പ്ലാനിങ് എടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. കൗൺസിലിലെ ആൾക്കാർ നമുക്കറിയാവുന്നവരുണ്ട്. നല്ല പണിയാണ്. അപ്പം പൈസ കൊടുക്കണം, നല്ല രീതിയിൽ പൈസ കൊടുക്കണം. ഇപ്പം നമ്മൾ കെട്ടുന്ന വീടൊക്കെ വലുതാണെങ്കിൽ അതിന് പ്ലാനിങ് എല്ലാം ഒന്നും കൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലൊക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ടു മെനി ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇനിഷ്യൽ ക്യാപിറ്റൽ ഇസ് ടു മച്ച്. പിന്നെ അഗൈൻ നിങ്ങൾക്ക് ഫുൾ ഫണ്ടൊന്നും വേണ്ട. വീട് കെട്ടാനാണെങ്കിൽ തന്നെ ഇത് സംതിങ് കോൾ ഡെവലപ്പേഴ്സ് ലോണൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഐ എം നോട്ട് ഗോണ ഗെറ്റ് ഇൻ ടു ദാറ്റ് ടു മച്ച്. പക്ഷേ അഗൈൻ ഇനിഷ്യൽ ക്യാപിറ്റൽ ടു മച്ച് ആണ്. ക്യാഷിൻ്റെ പൊട്ടൻഷ്യൽ, ക്യാഷ് ഫ്ലോ എന്നല്ല നമുക്കിതിന് പറയാനുള്ളത്. കാരണം നമ്മളാ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളത് കയ്യിൽ തന്നെ വെച്ചേക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കത് റെൻ്റ് ഔട്ട് ചെയ്യാം, നല്ല റെൻറ്റ് കിട്ടും ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ. അത് വിൽക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ഗുഡ് മാർജിൻസ് ആണ്, പ്രത്യേകിച്ച് സംശയമില്ലാത്ത കാര്യമാണ്. സോ വെരി 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 ഹൈ ക്യാഷ് മേക്കിംഗ് പൊട്ടൻഷ്യലാണ്. പക്ഷേ സമയം എത്ര എടുക്കുമെന്ന് ചോദിച്ചാൽ ടെക്സ് ഏജസ്. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും ടൈം കൺസ്യൂമിങ് സ്ട്രാറ്റജി. റിസ്ക് ലെവൽ ഇസ് വെരി 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 ഹൈ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടു മെനി തിങ്സ്. അഗൈൻ ആ വീട് നിങ്ങൾ കെട്ടിക്കഴിയുന്ന സമയത്ത് പ്രോപ്പർട്ടി മാർക്കറ്റ് ഇടിയാണെങ്കിൽ വീടിൻ്റെ വില കുറയും, മോർഗേജ് റേറ്റ്സ് മാറും. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റേഴ്സാണോ
അതോ ഫസ്റ്റ് ടൈം ഇത് കണക്ക് പ്രൈമറി ബയേഴ്സ് ആണോ സെക്കൻഡറി ബയേഴ്സ് ആണോ, എവറിത്തിങ് ഡിപ്പെൻസ്. ആ വീട് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യാനാണെങ്കിൽ അവിടുത്തെ സപ്ലൈ ഡിമാൻഡ്, Airbnb ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ ഡിമാൻഡ്, ടു മെനി തിങ്സ്. അത് വിൽക്കാനാണെങ്കിൽ എന്ത് ടൈപ്പ് ആൾക്കാരാണ് അങ്ങോട്ട് വാങ്ങിക്കുന്നത്, അവിടെ എത്രമാത്രം കച്ചവടം നടക്കുന്ന സ്ഥലമാണ്, ടു മെനി തിങ്സ് ടു ലുക്ക് അറ്റ്. അത് കാരണം റിസ്ക് ലെവൽ ഞാൻ ഇവിടെ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ഇടാൻ പോകുന്നത് വെരി ഹൈ. നല്ല രസമുണ്ട്. ബൈ ടു ലെറ്റും പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റും വെരി ഹൈയിലാണ് ഇട്ടേക്കുന്നത്. ബൈ ടു ലെറ്റ് ഇസ് മച്ച് മോർ ഈസിയർ ടു ഡു, പക്ഷേ പൈസ വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വെരി ഹൈ റിസ്കിൽ ഞാൻ കൊണ്ടിട്ടേക്കുന്നത്. ഐ വുഡ് നെവർ റെക്കമെൻഡ് യു ടു ഇൻവെസ്റ്റ് ഇൻ എ നോർമൽ ബൈ ടു ലെറ്റ്. അതാണ് സെയിം തിങ് വിത്ത് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് വെരി ഹൈ റിസ്കിൽ കൊണ്ടിട്ടേക്കുന്നത്. പക്ഷേ അതാണ് സത്യാവസ്ഥ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫിഫ്ത്ത് സ്ട്രാറ്റജി, വിച്ച് ഇസ് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ്. സോ എന്താണ് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ്? പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട് നിങ്ങളെടുത്ത് റൺ ഡൗൺ ഹൗസ്, ഞാൻ BRR പറഞ്ഞ പോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടി ബേസിക്കലി സെയിം ആണ്, ഓൾമോസ്റ്റ് BRR. അതായത് വീട് വാങ്ങിച്ച് ബൈ റീഫർബ് വരെ സെയിം ആണ്. അത് കഴിഞ്ഞ് റീഫൈനാൻസ് അല്ല, റീഫർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീടങ്ങ് വിൽക്കും. അതാണ് സംഭവം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇനിഷ്യലി വീട് വാങ്ങിക്കാൻ ചിലവാക്കിയ കാശും റീഫർബിന് വേണ്ടി ഇട്ട കാശും ഒബ്വിയസ്ലി മോർഗേജ് അഡ്വൈസേഴ്സ് ഓൾ സെറ്റ് ഫീ, ആ ഫീ എല്ലാം കൂടെ ഒരുപാടാവും. നമ്മൾ സെല്ല് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ബിഗർ എമൗണ്ട് ആയിരിക്കും. ആ ബിഗ് എമൗണ്ട് മൈനസ് ദ മണി വി സ്പെൻഡ് ഇസ് ദ മാർജിൻ. അതാണ് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് മാക്സിമം ഒബ്വിയസ്ലി പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. വാങ്ങിക്കുമ്പോൾ തന്നെ വീടിൻ്റെ വില ഏറ്റവും കുറവായിരിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞ് റീഫോബ് ചെയ്യുന്ന കാശ് ചിലവാകുന്നത് കുറച്ച് റീഫോബ് ചെയ്താൽ മതി. ആൻഡ് വീടിൻ്റെ GDV പുതിയ വാല്യൂ മാക്സിമം നല്ല കൂടുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് കണക്ക് പെട്ടെന്ന് വിറ്റും പോകണം. ഇത്രയും സംഭവിച്ചാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹയസ്റ്റ് മാർജിൻ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് എന്തുകൊണ്ട് വർക്കാവും എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇഫ് യു ബൈ എ റൺ ഡൗൺ ഹൗസ് ബിലോ മാർക്കറ്റ് വാല്യൂ, നല്ലപോലെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോപ്പർ കമ്പാരബിൾസ് ഉണ്ട് എന്നാണെങ്കിൽ, കമ്പാരബിൾസ് വേണം, എന്നാലേ നമ്മളെ വീടിൻ്റെ പുതിയ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആ ഒരു വാല്യൂഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ കമ്പാരബിൾസ് വേണം, സോൾഡ് ഹൗസ് കമ്പാരബിൾസ് വേണം, എന്നാലേ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ അഗൈൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കണം. ഓൺലി ആൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. അല്ലാതെ നമ്മൾ യൂഷ്വലി മലയാളീസ് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്, പണ്ടേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവർ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഡോണ്ട് ജസ്റ്റ് ഗോ ആൻഡ് ബൈ എനി റൺ ഡൗൺ ഹൗസ്. ഞാൻ പൊളിഞ്ഞ വീട് വാങ്ങിച്ച് ആ വീട്ടിലുള്ള പണിയെല്ലാം എടുത്ത് വിൽക്കാൻ നേരത്തെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂടുതൽ കാശ് കിട്ടും. പക്ഷേ കൂടുതൽ കിട്ടുന്ന കാശ് വല്ല 5-10 ആയിരിക്കും. നിങ്ങൾ എടുത്ത പണി ചിലപ്പോൾ ഒരു കൊല്ലമായിരിക്കും. ആ ഒരു കൊല്ലത്തിന് വേണ്ടി 5,000-10,000 പൗണ്ട് വെറുത്തല്ല. സോ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇടുന്ന ടൈം ആൻഡ് എഫേർട്ടിനനുസരിച്ച് നമുക്ക് അത്രയും മാർജിൻ വേണം. അപ്പോൾ അതിനുവേണ്ടി പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. വിച്ച് ഇസ് ബിലോ മാർക്കറ്റ് വാല്യൂ ആണോ, മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അവർ പറഞ്ഞ എമൗണ്ട് മാർക്കറ്റ് വാല്യൂ ആണോ ആസ്കിങ് പ്രൈസ് ആണോ, അതെങ്ങനെ ചെക്ക് ചെയ്യും, അത് നമുക്ക് റീഫർബ് ചെയ്യാൻ ടോട്ടൽ എസ്റ്റിമേറ്റ് എത്ര വരും, ബിൽഡറിനെ വെച്ച് കോട്ട് എടുക്കുന്നത്, ഇമെയിൽ അയച്ചു കൊടുത്താണെങ്കിലും നേരിട്ട് വിളിപ്പിച്ചിട്ടാണെങ്കിലും, അത് വിൽക്കാൻ നേരത്തെ സോൾഡ് ഹൗസ് കമ്പാരബിൾസ്, നമ്മളെ സെയിം ടൈപ്പ് ഹൗസ്, സെമി ഡിറ്റാച്ച് ആണോ, ഡിറ്റാച്ച്ഡ് ആണോ, ടെറസ്ഡ് ആണോ, എൻടെറസ്ഡ് ആണോ, ഇതെല്ലാം നോക്കുക. എന്തെങ്കിലും ഫ്ലാറ്റ് ആണോ, അതിന് കമ്പാരബിൾസ് ഉണ്ടോ, കമ്പാരബിൾസ് എപ്പോഴാണ് വിറ്റുപോയത്, എത്ര വർഷമായി, റീസെൻ്റ്ലി ആണോ, എത്രയ്ക്കാണ് വിറ്റത്, എന്ത് റീഫർബാണ് അവർ ചെയ്തത്, നമ്മളെ സെയിം സ്ക്വയർ ഫീറ്റ് ആണോ അവർക്ക്, നമ്മളെ സെയിം ലേ ഔട്ടാണോ, ദെയർസ് ടു മെനി തിങ്സ് ടു ലുക്ക് അറ്റ്. ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അല്ലാതെ റാൻഡംലി പൊളിഞ്ഞ വീടെടുത്ത് റീഫർബ് ചെയ്ത് വിൽക്കുന്നതിനല്ല പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്യും. ദാറ്റ്സ് നോട്ട് ഹൗ യു ഡു ഇറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇനിഷ്യൽ ക്യാപിറ്റൽ അഗൈൻ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് വേണ്ടി വരും. ഇത് മോർഗേജിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യെസ്, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പീപ്പിൾ ഡു ബ്രിഡ്ജിങ് ഫൈനാൻസ് ആണ് യൂഷ്വലി ഇതിന് ചെയ്യാറ്. കാരണം ഷോർട്ട് ടേം മോർഗേജ് ആണ് ബ്രിഡ്ജിങ് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ യെസ് നല്ല രീതി വേണ്ടി വരും. നമുക്ക് ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും സ്വന്തം പൈസ ആണെങ്കിലും യെസ് ഫണ്ട് ഡെഫിനറ്റ്ലി വേണ്ടി വരും. ക്യാഷ് ഫ്ലോ എന്ന് ഞാൻ ഇതിന് പറയത്തില്ല, കാരണം ഇതൊരു ഫ്ലിപ്പാണ്. അപ്പോൾ വീട് നിങ്ങൾ കയ്യിൽ വെച്ച് വാടകയ്ക്ക് കൊടുക്കുകയല്ല, വാടകയ്ക്ക് കൊടുത്താലേ മന്ത്ലി ക്യാഷ് ഫ്ലോ കിട്ടും. അപ്പോൾ ഇത് മന്ത്ലി ക്യാഷ് ഫ്ലോ അല്ലല്ലോ, വിറ്റ് കഴിയാൻ നേരത്തെ ബിഗ് എമൗണ്ട്, ഒരു ബിഗ് ചങ്ക് ഓഫ് ക്യാഷാണ് കിട്ടുന്നത്. സോ അതിൻ്റെ പൊട്ടൻഷ്യൽ യെസ് വെരി ഹൈ. അഗൈൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ മാത്രം. സോ ക്യാഷ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ വെരി ഹൈ ആണ്. പക്ഷേ സമയം എത്ര എടുക്കും ചോദിച്ചാൽ അഗൈൻ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ചെയ്യുന്ന ഡീല്, അത് ലൊക്കേഷൻ ഏതാണ്, എത്ര പെട്ടെന്ന് വിൽക്കാൻ പറ്റും, എത്ര മാത്രം റീഫർബ് ഉണ്ട്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ മോസ്റ്റ് ലൈക്ലി യെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഒരു 6 months ഒക്കെ ഏകദേശം നമുക്ക് എടുക്കും. റിസ്ക് എലമെൻറ്റ് വെരി ഹൈ ആണ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് ഞാൻ ഹൈ റിസ്ക്കിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അഗൈൻ കാരണം BRRൻ്റെ അതേ സ്ഥലത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ സിമിലർ സ്ട്രാറ്റജിയാണ്. BRRൽ നമ്മൾ റീഫൈനാൻസ് ചെയ്യും, ഇതിനകത്ത് നമ്മൾ വീട് വിറ്റ് കഴിയാണ്. അതാണ് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് ആയിട്ടുള്ള ഡിഫറൻസ്. സോ നമ്മൾ അടുത്ത സ്ട്രാറ്റജി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ട്രാറ്റജീസ്, വിച്ച് ഇസ്
സർവീസ്ഡ് അക്കോമഡേഷൻ. എന്താണ് സർവീസ്ഡ് അക്കോമഡേഷൻ? അതിന് വേറൊരു പേര് നമുക്ക് വിളിക്കാം റെൻറ്റ് ടു സർവീസ്ഡ് അക്കോമഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി, നേരത്തെ നമ്മൾ റെൻറ്റ് ടു HMO നമ്മൾ പറഞ്ഞായിരുന്നു. അത് യു റെൻറ്റ് പ്രോപ്പർട്ടി ഫ്രം എ ലാൻഡ് ലോഡ് ആൻഡ് ദെൻ ആ വീട് നമ്മൾ സിംഗിൾ ലെറ്റിൽ നിന്ന് മാറ്റി അതിൻ്റെ പർപ്പസ് മാറ്റിയിട്ട് നമ്മളത് HMO ഫോമാറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ HMO ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ആ വീട് നമ്മൾ ഷോർട്ട് ടേം ലെറ്റായിട്ട് നമ്മൾ റൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വീട് നമ്മൾ എടുത്തതിന് ശേഷം ആ വീട്ടിൽ നമ്മൾ Airbnb, Booking.com, VRBO ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോ ആൾക്കാർ നിൽക്കും. ചിലപ്പം 2 ദിവസം, 4 ദിവസം, വീക്ക്ലി, മന്ത്ലി, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 3 months. കാരണം 3 മാസത്തിന് മേലെയാൽ യു കോൾ ദം ടെനൻറ്റ്സ്. ഇവിടെ യു കോൾ ദം ഗെസ്റ്റ്സ്. അപ്പം ഗസ്റ്റിനെ നിർത്താൻ നേരത്തെയും ടെനൻസിനെ നിർത്താത്തെയും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. സോ ഇത് നമ്മൾ എടുത്തിട്ട് സർവീസ്ഡ് അക്കോമഡേഷൻ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് സർവീസ്ഡ് അക്കോമഡേഷൻ എന്നാണ്, റെൻറ്റ് ടു SA അല്ല. സോ സർവീസ്ഡ് അക്കോമഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി യുവർ ഓൺ ഹൗസ് ഓർ റെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ യു കോൾ ഇറ്റ് റെൻറ്റ് ടു സർവീസ്ഡ് അക്കോമഡേഷൻ. ഇവിടെ അത് എഴുതിയിട്ടില്ല, എന്നാലും ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എടുത്ത് ഈ ഫോമാറ്റിൽ റൺ ചെയ്യുന്നതിനാണ് സർവീസ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന റെൻറ്റിനും യു കോൾ ഇറ്റ് സൂപ്പർ റെൻറ്റ്. സൂപ്പർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, സൂപ്പർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 പൗണ്ട് റെൻറ്റുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് ഒരു Airbnb-യിൽ Booking.com നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ നേരത്താം ADR, ആവറേജ് ഡെയിലി റേറ്റ്, അല്ലെങ്കിൽ നൈറ്റ്ലി പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ആ വീട്ടിലൊന്ന് പോയി നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് യു മൈറ്റ് ബി പേയിങ് 100-110 പൗണ്ടായിരിക്കും കൊടുക്കുന്നത്. അതൊരു പ്രീമിയമാണ്. ഇപ്പം ലെറ്റ്സ് സേ 110 ആണെങ്കിൽ നിങ്ങൾ ഒരു മാസം നിന്നാൽ ഹൗ മച്ച് ആർ യു പേ? ഒരു 3000-ന് മേലെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ ആ വീടിൻ്റെ റെൻറ്റ് എത്രയാണ്? 1000. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുമ്പം, ടെനൻ്റായിട്ട് നിൽക്കുമ്പോൾ റെൻറ്റ് 1000 ഉള്ളൂ. പക്ഷേ ഓരോ ദിവസം നൈറ്റ്ലി പ്രൈസായിട്ട് കൊടുക്കാൻ നേരത്ത് ഒരു ദിവസം 100-110 ആണെങ്കിൽ നിയർലി 3000 പൗണ്ട് ഒരു മാസം കൊടുക്കണം. അപ്പോൾ അതിനാണ് സൂപ്പർ റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് അക്കോമഡേഷൻ യു ഗെറ്റ് സൂപ്പർ റെൻറ്റ്. അപ്പം ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ നേരത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ആ വീട് വേറൊരു ഫോർമാറ്റിൽ വേറൊരു പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്ന് ലാൻഡ് ലോഡിന് നമ്മൾ റെൻറ്റ് കൊടുക്കും. ബാക്കിയിൽ നിന്ന് കുറച്ച് എക്സ്പെൻസൊക്കെ ഉണ്ട്, മിച്ചം വരുന്നതാണ് നമ്മളെ ലാഭം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ നേരത്താൽ നമുക്ക് ഈ നൈറ്റ്ലി പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സ്ട്രാറ്റജി. ഇത് ഡെഫിനറ്റ്ലി ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഓൾ യു നീഡ് ടു ഡു ഇസ് മേക്ക് ഷുവർ യു ആർ അവെയർ ഓഫ് ദി സ്ട്രാറ്റജി ആൻഡ് ഹൗ ടു ഡു ദ ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ ഡ്യൂ ഡിലിജൻസിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് ഗോണ ഗെറ്റ് ഇൻടു ദാറ്റ് ടു മച്ച്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, അഗൈൻ റെൻറ്റ് ടു HMO നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇഫ് ദിസ് ഇസ് എ റെൻറ്റ് ടു SA, അഗൈൻ ഇവിടെ SA സർവീസ് അക്കോമഡേഷൻ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇഫ് ദിസ് ഇസ് എ റെൻറ്റ് ടു SA, അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇത് അടിപൊളിയൊന്നുമല്ല, എന്നാലും കൊള്ളാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യു ഹാവ് ടു മേക്കപ്പ്. നമ്മളൊരു നോർമൽ HMO പോലെയല്ല, നമ്മൾ വി ഹാവ് ടു മേക്ക് ഇറ്റ് ലുക്ക് ഫാൻസി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സോർട്ട് ഓഫ് ഗസ്റ്റ് ആർ കമ്മിങ് ഇൻ ടു യുവർ പ്രോപ്പർട്ടി. അപ്പോൾ അതായത് ഈ പറഞ്ഞ ത്രോസ്, കോഫി ടേബിൾ, സോഫ, നല്ല പിക്ചർ പോർട്രേറ്റ്സ്, ബ്ലൈൻഡ്സ്, ഇതെന്താ പറയുന്നത്, സോഫ, ലൈക്ക് റഗ്, ത്രോസ്, പറഞ്ഞാൽ പിന്നെയും പറഞ്ഞു തോന്നുന്നു. എനിവേ ടു മെനി തിങ്സ്, നമ്മൾ ഡുവേ അതും ഇതും ടു മെനി ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഇതിന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ റെൻറ്റും ഡെപ്പോസിറ്റും കൊടുക്കുന്നതിന് കൂടാതെ നമുക്ക് ഇത്രയും സാധനങ്ങൾ എക്സ്ട്രാ നമുക്ക് ആഡപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വല്പം കൂടുതലാണ് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ നേരത്തെ. പക്ഷേ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ വിൽ ബി വെരി ഹൈ. ഒബ്വിയസ്ലി ആഫ്റ്റർ ഡൂയിങ് all the due diligence, assuming the property is in a nice location, അത്യാവശ്യം ഡീസൻറ്റ് ബുക്കിങ്സ് കിട്ടും എന്നാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഡെഫിനറ്റ്ലി ഈസ് വെരി ഹൈ. പക്ഷേ ഇറ്റ് ഈസ് വേരിയബിൾ. നമ്മൾ HMO പറഞ്ഞ കണക്ക് സെയിം എമൗണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല, ഇറ്റ് ഈസ് വേരിയബിൾ. ക്യാൻ ഗോ ഡൗൺ, ക്യാൻ ഗോ അപ്പ്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ നല്ലൊരു ലൊക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്, പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ് ചെയ്യണം. നമുക്ക് ഇൻകം കിട്ടാൻ ടൈം എത്ര എടുക്കുമെന്ന് ചോദിച്ചാൽ ഐ എം ഗോണ ഗിവ് യു 2 ആൻസേഴ്സ്. ഇതിനകത്ത് ഇട്ടേക്കുന്നത് നടുക്കാണ്, എന്നാൽ തന്നെ ഐ എം ഗോണ ഗിവ് യു 2 ആൻസേഴ്സ്. ലെറ്റ്സ് സേ നിങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ മോർ ടൂറിസ്റ്റി ഒക്കെ ആണെങ്കിൽ, അത് ലെറ്റ്സ് സേ ഒരു വിൻ്റർ ടൈമിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, വിൻ്റർ ടൈമിൽ യാത്രക്കാർ കുറവായത് കാരണം ഇട്ട കാശ് തിരിച്ച് കിട്ടാൻ വിൻ്റർ ടൈമിൽ ബുക്കിങ്സ് കുറവായിരിക്കും. അപ്പം യു ക്യാൻ സേ ഇറ്റ് ടേക്സ് ടൈം, അടുത്ത സമ്മർ ആവണം. പക്ഷേ ലെറ്റ്സ് സേ നിങ്ങൾ സമ്മറിലാണ് ഈ ഒരു വീട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി എടുത്ത് ലിസ്റ്റ് ചെയ്ത് ഇത് കണക്ക് ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബുക്കിംഗ് കിട്ടി തുടങ്ങും. കാരണം സമ്മറാണ്, ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ബുക്കിംഗ് വന്നു തുടങ്ങുകയാണ്. അപ്പം ആ സമയത്താണെങ്കിൽ യെസ് യു വിൽ ഗെറ്റ് യുവർ മണി ബാക്ക് വെരി ക്വിക്കർ. സോ ഐ ഹാവ് 2 ആൻസേഴ്സ്, ടൈം ടു ഗെറ്റ് യുവർ മണി ബാക്ക്. റിസ്ക് ലെവൽ ഐ വുഡ് സേ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം മറ്റേ സ്ട്രാറ്റജി പോലെ ഇനിഷ്യലി വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ നമുക്കൊന്നും വരുന്നില്ല. നമുക്ക് HMO ചെയ്യുന്ന പോലെ സിമിലർ
ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെയാണ് നമുക്ക് ആദ്യമേ വരുന്നത്. സോ നമ്മൾ സർവീസ്ഡ് അക്കോമഡേഷൻ സ്ട്രാറ്റജി ഞാൻ ഈ മീഡിയം റിസ്കിൽ എച്ച് എമ്മോടെ കൂടെ തന്നെ കൊണ്ടിടാൻ പോവുകയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഐ വുഡ് സേ എച്ച് എമ്മോടെ സിമിലർ ടൈപ്പ് തന്നെയാണ്. മീഡിയം റിസ്കിനകത്തേ അത് വരുന്നുള്ളൂ, അത് വലിയ റിസ്ക് ഒന്നും അതിനകത്ത് വരുന്നില്ല. സോ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് സ്ട്രാറ്റജി വിച്ച് ഈസ് സോഷ്യൽ ഹൗസിംഗ്. സോ എന്താണ് സോഷ്യൽ ഹൗസിംഗ്? നമുക്ക് റെൻറ്റ് സോഷ്യൽ ഹൗസിംഗ് പറയാം, വിച്ച് ഐ ബിലീവ്. കാരണം കാണുന്നതിൽ പല ആൾക്കാരും ലാൻഡ് ലോഡ്സ് ആയിരിക്കണം എന്നില്ല നിങ്ങളിൽ പലരും. സോ യു പ്രോബ്ലി ആർ ഗോണ റെൻറ്റ് എ പ്രോപ്പർട്ടി ഫ്രം എ ലാൻഡ് ലോഡ് ആൻഡ് ദെൻ യൂസ് ഇറ്റ് ആസ് എ സോഷ്യൽ ഹൗസിംഗ്. സോ എന്താണ് സോഷ്യൽ ഹൗസിംഗ്? നമുക്ക് കൗൺസിൽ ചില സ്പെഷ്യൽ നീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർക്ക്, സ്പെഷ്യൽ നീഡ്സ് ആയിരിക്കണം എന്നില്ല, മറ്റ് പല റീസൺസ് ഉള്ള ആൾക്കാർക്കും റെൻറ്റ് അവർ കവർ ചെയ്യും. അപ്പോൾ ഈ റെൻറ്റ് കവർ ചെയ്യാൻ നേരത്തെ ആ ടെനൻസിന് ചിലപ്പം ചിലവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ചിലവർക്ക് എന്തെങ്കിലും നീഡ്സ് ആവശ്യമുള്ളവരായിരിക്കും, ചിലവർ ഡിസേബിൾഡ് ആയിരിക്കും. അങ്ങനെ പലതരം റീസൺസ് കാരണം കൗൺസിൽ നമുക്ക് റെൻറ്റ് തരും, നമുക്ക് ഗ്യാരൻറ്റീഡായിട്ട് മന്ത്ലി ഇൻകം നമുക്ക് തരും. അതാണ് ബേസിക്കലി സോഷ്യൽ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ നേരത്തെ അഗൈൻ ഇഫ് ഐ എം അസ്യൂമിങ് യു ആർ നോട്ട് എ ലാൻഡ് ലോഡ്, ആ ഒരു സിനാരിയോയിൽ നിങ്ങൾ റെൻറ്റ് സോഷ്യൽ ഹൗസിംഗ്, അതായത് യു റെൻറ്റ് എ പ്രോപ്പർട്ടി ഫ്രം എ ലാൻഡ് ലോഡ് എന്നിട്ട് അത് സോഷ്യൽ ഹൗസിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിനാരിയോ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ദർസ് ഫ്യൂ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. റെൻറ്റ് നമുക്ക് പേടിക്കാനില്ല, റെൻറ്റ് മിസ്സാവുന്ന പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. സോ നമുക്ക് മാനേജ്മെൻറ്റ് വൈസ് വലിയ ചടങ്ങില്ല. ചില ടെനൻസ് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും, എന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി നമുക്ക് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഇസ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നിങ്ങൾക്ക് ഇടാൻ റെഡി ആണെങ്കിൽ മന്ത്ലി ക്യാഷ് ഫ്ലോ സ്റ്റേബിളും ഗ്യാരൻറ്റീഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ലാൻഡ് ലോഡ്സും നിങ്ങൾക്ക് പ്രോപ്പർട്ടി തരണമെന്നില്ല സോഷ്യൽ ഹൗസിംഗ് തരാനായിട്ട്. കാരണം ദേ പ്രോബ്ലി ആർ ഗോണ സേ ഐ എം നോട്ട് ഓക്കെ വിത്ത് കൗൺസിൽ ടെനൻസ് എന്നൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്പനി ലെറ്റിൽ പ്രോപ്പർട്ടി എടുക്കാൻ നേരത്തെ ലാൻഡ് ലോഡിനോട് മെൻഷൻ ചെയ്യാതെ സോഷ്യൽ ഹൗസിംഗ് ചെയ്താൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലാൻഡ് ലോഡ് നമ്മൾ കമ്പനി ലെറ്റിൽ എടുക്കാൻ നേരത്തെ യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട് വിത്ത് ദ പ്രോപ്പർട്ടി ലീഗലി എനിത്തിങ്. അപ്പോൾ നമ്മൾ എച്ച് എം ഒ എബിഎൻബി ഒക്കെ ഷുഡ് ബി ഫൈൻ. പക്ഷേ സോഷ്യൽ ഹൗസിംഗ് ചിലപ്പം ലാൻഡ് ലോഡ് ഓക്കെ ആവാറില്ല, അതുകൊണ്ട് നമുക്കത് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ സ്വല്പം കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആ വീട് എടുക്കാൻ നേരത്തെ നോട്ട് എവറി ടൈം യു ഹാവ് എ ടെനൻറ്റ് ഹൂസ് റെഡി ടു മൂവ് ഇൻ ഫ്രം ദി കൗൺസിൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലൊക്കേഷനിൽ പ്രോപ്പർട്ടി ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾ എടുക്കുന്നത്, കൗൺസിൽ തരുന്ന ടെനൻറ്റ് അതേ ലൊക്കേഷനിൽ അല്ലെങ്കിൽ അതേ കൗൺസിലിൽ നിന്ന് ആയിരിക്കണം എന്നില്ല. മറ്റൊരു കൗൺസിലിൽ നിന്നാണെങ്കിലും ആ ഒരു ടെനൻറ്റ് വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നേരത്തെ മോസ്റ്റ് ഓഫ് ദ സിനാരിയോസ് യു ഷുഡ് ഹാവ് യുവർ പ്രോപ്പർട്ടി റെഡി. സോ വിച്ച് ഐ എം അസൈമിങ് ഇറ്റ്സ് നോട്ട് യുവർ പ്രോപ്പർട്ടി, ഇറ്റ്സ് ഫ്രം എ ലാൻഡ് ലോഡ്. അപ്പോൾ ലാൻഡ് ലോഡിൽ നിന്ന് നിങ്ങൾ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾ റെൻറ്റും ഡെപ്പോസിറ്റും കൊടുക്കണം. മീൻ ടൈം യു പ്രോബ്ലി മൈറ്റ് നോട്ട് ഹാവ് എ ടെനൻറ്റ് ഫ്രം ദി കൗൺസിൽ ഹൂസ് റെഡി ടു മൂവ് ഇൻ. അപ്പോൾ ആ സമയത്തുള്ള റെൻറ്റും ഡെപ്പോസിറ്റും നിങ്ങൾ കയ്യിൽ നിന്നിട്ട് യു ദെൻ വെയിറ്റ്. കാരണം കൗൺസിൽ ആ ഒരു ടെനൻറ്റ് തന്നാൽ തന്നെയും അവിടെ നിന്നുള്ള ഫണ്ടിങ് ഉടനെ കിട്ടണമെന്നില്ല. ദിസ് ക്യാൻ ടേക്ക് അപ് ടു 4 to 12 വീക്സ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുവരെയുള്ള വാടക നമ്മൾ കയ്യിൽ നിന്ന് കവർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2000 എമൗണ്ട് വാടകയാണെങ്കിൽ ടെനൻ്റെ ഫണ്ടിങ് വന്നു തുടങ്ങാൻ 3 മാസം എടുത്താൽ നമുക്ക് ആ ഒരു 6000 എമൗണ്ട് നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. അപ്പോൾ നമുക്ക് അത്രയും ടൈം എടുക്കാം. പക്ഷേ ആ ഡെപ്പോസിറ്റും എല്ലാം നമ്മൾ കൊടുക്കണം. സോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വല്പം കൂടുതലാണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ 3 മാസത്തെ നമുക്ക് വൺസ് ദ മണി സ്റ്റാർട്ട്സ് കമ്മിങ് ഇൻ അത് ബാക്ക് ഡേറ്റ് ചെയ്താൽ 3 മാസത്തെ റെൻറ്റ് നമുക്ക് ഒന്നിച്ച് 6000 എമൗണ്ട് ഒറ്റയടിക്ക് കൗൺസിൽ ഇട്ട് തരും. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ നത്തിങ് മസ്റ്റ് വറി, പിന്നെ എല്ലാ മാസവും ഗ്യാരണ്ടീഡായിട്ട് റെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ടൈം കുറച്ചെടുക്കും. ഇനിഷ്യലി ചിലപ്പോൾ ആയിട്ടുണ്ട്. സം കൗൺസിൽസ് കുറച്ച് നേരത്തെ നമുക്ക് ഫണ്ടിങ് സ്റ്റാർട്ടാകും. പക്ഷേ റിസ്ക് ലെവൽ കുറവാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഐ ആം പുട്ട് എന്ത് സോഷ്യൽ ഹൗസിംഗ് സോഷ്യൽ ഹൗസിംഗ് ഞാൻ കൊണ്ട് മീഡിയം റിസ്ക്കിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ലോ റിസ്ക് അല്ല, കാരണം ഈ പറഞ്ഞ കണക്ക് ദ കൗൺസിൽ ക്യാൻ സേ നോ, ഫണ്ടിങ് കിട്ടാതിരിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഒരു മീഡിയം റിസ്ക്കിലേക്ക് ഇട്ടത്. So if moving on to the next strategy, which is commercial to residential. എന്താണ് commercial to residential? ഒന്നുമില്ല, ഒരു കമേഴ്ഷ്യലായിട്ട് കിടക്കുന്ന ഒരു ബിൽഡിങ്, ഒരു ഓഫീസ് സ്പേസോ എന്തെങ്കിലും എടുത്തിട്ട് അത് നിങ്ങളൊരു റെസിഡൻഷ്യൽ, അതായത് ആൾക്കാർക്ക് താമസിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് മാറ്റുക എന്നുള്ളതിനാണ് കമേഴ്ഷ്യൽ ടു റെസിഡൻഷ്യൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ നേരത്താണ് എന്തുകൊണ്ടാണ് വർക്കാവുന്നത് എന്ന് ചോദിച്ചാൽ യൂഷ്വലി കമേഴ്ഷ്യലിൽ നിന്ന് റെസിഡൻഷ്യലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എ മാസീവ് ഷിഫ്റ്റ് ഇൻ ദി മണി. അതായത് നിങ്ങൾ കമേഴ്ഷ്യലിൽ കിട്ടുന്ന വാടകയല്ല റെസിഡൻഷ്യൽ. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു നല്ല വലിപ്പമുള്ള ഒരു ഷോപ്പ് ചിലപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ 500 പൗണ്ടാണ് റെൻറ്റെങ്കിൽ അതേ സാധനം റെസിഡൻഷ്യൽ ആയിരുന്നെങ്കിൽ 1000 പൗണ്ടായിരിക്കും ചിലപ്പോൾ റെൻറ്റ്. അപ്പം എപ്പോഴും കമേഴ്ഷ്യലിൻ്റെ റെൻറ്റ് കമ്പാരിറ്റീവ്ലി ലെസ്സാണ് കമ്പയർഡ് ടു റെസിഡൻഷ്യൽ. അപ്പോൾ കമേഴ്ഷ്യലി നമ്മൾ റെസിഡൻഷ്യലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അപ്പോൾ തന്നെ ഒരു മാസീവ് ചേഞ്ച് ക്യാഷ് ഫ്ലോയിൽ തന്നെ വരും. പ്ലസ് നമ്മൾ മണി ഇൻവോൾവ് ഇപ്പോൾ നിങ്ങളെ തന്നെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ തന്നെയും അതിനകത്ത് ഇഫ് യു ഡു റീഫൈനാൻസ് പുതിയ വാല്യൂഷൻ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു മാസീവ് ചേഞ്ചാണ് അത് വരുത്തുന്നത് ഇൻ ദ ക്യാഷ് ഇൻവോൾവ് ആൻഡ് ദ ക്യാഷ് ഫ്ലോ ഇൻവോൾവ് രണ്ട് രീതിയിലും. അപ്പോൾ ഇത് അഗൈൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ആളായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ BRR ഫ്ലിപ്പ് ഒക്കെ ഉള്ള പോലെ ഈ സ്ട്രാറ്റജി പക്കാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദി ഒൺലി പ്രോബ്ലം ഇസ് ഇനിഷ്യൽ ക്യാപിറ്റൽ നല്ല രീതിയിൽ വേണം. കമേഴ്ഷ്യൽ ഒന്നാമത്തെ കാര്യം അത് പർച്ചേസ് ചെയ്യണം, ബിൽഡേഴ്സുമായിട്ട് സംസാരിക്കണം, അത് കൺവേർഷൻ ചെയ്യാനുള്ള പ്ലാനിങ് പെർമിഷൻ എടുക്കണം, അതിൻ്റെ റീഫോ കോസ്റ്റ് കയ്യിൽ കരുതണം. ഹ്യൂജ് ക്യാപിറ്റൽ, ടു മെനി തിങ്സ് ടു ഡു. അപ്പം ഇത് ബിഗിനേഴ്സിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനിഷ്യൽ ഫണ്ടിങ് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് ചോദിച്ചാൽ നല്ല കൂടുതലാണ്. നമുക്ക് ഇത് ഞാൻ അഗൈൻ പറഞ്ഞ കണക്ക് കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വാല്യുവേഷൻ മാറുകയാണ്. പ്ലസ് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ആ റെസിഡൻഷ്യൽ ആക്കാൻ നേരത്തെ കിട്ടുന്ന ക്യാഷ് ഫ്ലോയും വെരി ഹൈ ആണ്. സോ സമയം നല്ല രീതിയിലെടുക്കും. ഇറ്റ്സ് നോട്ട് ഗോൺ ബി പോസിബിൾ വെരി ഈസിലി. റിസ്ക് ലെവലും നല്ല ഹൈ ആണ്. കാരണം യു നീഡ് ടു നോ എക്സാക്ട്ലി ഇതിന് ഇപ്പോൾ ലെറ്റ്സ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ റിസ്ക്കിൻ്റെ ഒരു എക്സാമ്പിളായി പറയാം. നിങ്ങൾ കമേഴ്ഷ്യൽ എടുത്തു കഴിഞ്ഞ് അത് റെസിഡൻഷ്യൽ ആക്കാനുള്ള പ്ലാനിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഓൾ യു കുഡ് ഡു വിത്ത് ദ സ്ട്രാറ്റജി. നിങ്ങൾ കമേഴ്ഷ്യൽ എടുത്ത് റെസിഡൻഷ്യൽ ആക്കാൻ നിന്നെയാണ്. അത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയി, നിങ്ങളത് വാങ്ങിച്ചും കഴിഞ്ഞു, പിന്നെ ആ ഒരു കമേഴ്ഷ്യൽ നിങ്ങൾക്ക് മറിച്ച് വിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് റിസ്ക് ലെവൽ സ്വല്പം കൂടുതലാണ് ഈ ഒരു കമേഴ്ഷ്യൽ ടു റെസിഡൻഷ്യൽ. സോ എന്ത് ചെയ്യും, കമേഴ്ഷ്യൽ ടു റെസിഡൻഷ്യൽ ഞാൻ കൊണ്ട് ഹൈ റിസ്ക്കും അല്ല, ഞാൻ വെരി ഹൈ റിസ്കിൽ ഇടാൻ പോകുന്ന ഒരു സാധനമാണ് കമേഴ്ഷ്യൽ ടു റെസിഡൻഷ്യൽ. അത് ഒട്ടും റെക്കമെൻഡഡ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അൺലെസ് യു ഹാവ് ദ റൈറ്റ് ടീം, അൺലെസ് യു നോ വാട്ട് എക്സാക്ട്ലി ടു ബി ഡൺ, ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ഡൂയിങ് ദിസ് സ്ട്രാറ്റജി. So let's move on to the ninth strategy, which is new build off plan. സോ ഓഫ് പ്ലാൻ എന്ന് പറയാൻ നേരത്തെ മോസ്റ്റ് ലൈക്ലി നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ദുബായിലത്തെ കാര്യങ്ങളാണ്. UK ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസ് ഉണ്ട്, വളരെ കുറവാണ്, അത്ര ഈസിലി അവൈലബിൾ അല്ല അങ്ങനത്തെ ഡീൽസ് കിട്ടാനായിട്ട്. സോ ഓഫ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യു ഇൻവെസ്റ്റിംഗ് യുവർ മണി ഇൻ ആൻ ഓഫ് പ്ലാൻ വിച്ച് ഇസ് ഒരു ബിൽഡർ. ഇപ്പോൾ ലെറ്റ്സ് സേ ഇവിടെയുള്ളൊരു ബരാത്ത് എന്ന് പറഞ്ഞൊരു ബിൽഡർ ഫ്ലാറ്റ് കെട്ടുന്നു. അപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഞാൻ ഒരു എക്സാമ്പിൾ പർപ്പസിന് പറയുകയാണ്. അവർ ഫ്ലാറ്റ് കെട്ടാൻ നേരത്തെ അവർ പറയുന്നത് ഇപ്പോൾ ഫ്ലാറ്റ് കെട്ടുന്നത് സ്ക്വയർ ഫീറ്റ് വാല്യൂ ഇത്ര പൗണ്ടാണ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അതിപ്പോൾ 2026 ആ ഒരു വീട് കംപ്ലീറ്റ് ആവുന്നത് 2029 എന്നാണെങ്കിൽ 3 വർഷമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പൈസ ഇടുവാണെങ്കിൽ നിങ്ങളത് പേയ്മെൻറ്റ് പ്ലാനായിട്ട് ആ ഒരു 3 വർഷം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും, ചിലപ്പോൾ ലാസ്റ്റ് ആകുമ്പം ബാക്കി ലെഫ്റ്റ് ഔട്ട് എമൗണ്ട് മോഗേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിവേ, ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ നേരത്തെ ഇപ്പോൾ കെട്ടുന്ന സമയത്തുള്ള സ്ക്വയർ ഫീറ്റ് വാല്യൂ അനുസരിച്ചുള്ള പൈസ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ബൈ ദ ടൈം സമയം മുന്നോട്ടേക്ക് പോകുന്ന ഓരോ ഫേസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വാല്യൂ കൂടി വരും. ഹെൻസ് ദാറ്റ്സ് ഹൗ യു മേക്ക് യുവർ മണി. പക്ഷേ യെസ്, ഇനിഷ്യലി ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ യു ദെൻ ഹാവ് ടു വെയിറ്റ്. നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം, ആ ഒരു ഫേസ് കംപ്ലീറ്റ് ആവുന്നത് വരെ പൈസ ഇട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് സ്യൂട്ടബിളായിട്ടുള്ളത് ഇറ്റ്സ് ലൈക്ക് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിളാണ്. ക്വിക്ക് മണി ഒട്ടുമല്ല. ഇത് ലിറ്ററലി ഫേസ് ആ ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി ആ ഒരു വീട് കെട്ടി കഴിയുന്നവരെ ഫണ്ട് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അൺലെസ് യു പാസ് ഇറ്റ് ഓൺ ടു സമ്മൺ എൽസ് ഹാഫ് വേ. അപ്പോഴത്തേക്ക് അയാൾക്ക് കൊടുക്കാൻ നേരത്ത് പുതിയതായിട്ട് മാറിയ സ്ക്വയർ ഫീറ്റ് വാല്യൂ എത്രയാണോ അതിനനുസരിച്ചുള്ള ആ ഒരു മാർജിൻ നിങ്ങൾക്ക് ഡിഫറൻസിൽ വരുന്നതായിരിക്കും, പ്രോഫിറ്റബിൾ ആക്കാം. പക്ഷേ അഗൈൻ UK ഇറ്റ്സ് വെരി ലെസ്, അധികം കാണുന്നതല്ല. പല ആൾക്കാരും ആ രീതിയിൽ പർച്ചേസ് മേക്ക് ചെയ്യാറുമില്ല. അങ്ങനത്തെ ഒരു ഡീല് പാസ് ഓൺ ചെയ്ത് പുതിയൊരാൾക്ക് കൊടുക്കാനായിട്ട് പുതിയ ബയറിനെ കിട്ടാൻ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ദുബായിലാണെങ്കിൽ യെസ്, വെരി പോസിബിൾ. കാരണം ഇത് വെരി ഈസിലി നടക്കുന്നൊരു കാര്യമാണ് ദുബായിൽ. UK ഇത് ഒട്ടും മീ പേഴ്സണലി ഐ വുഡന്റ് റെക്കമെൻഡ് ദിസ് അറ്റ് ഓൾ അൺലെസ് യു വാണ്ട് ടു ലിവ് ഇൻ ദാറ്റ് പ്രോപ്പർട്ടി. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് UK ഞാൻ കാണുന്നില്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ അത് വരുമായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ മേക്ക് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. സോ ഇനിഷ്യൽ ക്യാപിറ്റൽ ഇസ് വെരി ഹൈ. ബേസിക്കലി നിങ്ങൾ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് 2, 3, 4 വർഷം വരെ പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതുവരെ യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. സോ ടൈമും നല്ല രീതിയിൽ ഹൈ ആണ്.
ക്യാഷ് ഫ്ലോ വൈസ് അബ്സല്യൂട്ട്ലി സീറോ, കാരണം യു നോട്ട് ഗെറ്റിംഗ് എനി ക്യാഷ് ഫ്ലോ. ക്യാഷ് വൈസ്, അതായത് നിങ്ങൾ ആ ഡീൽ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹാഫ് വേ സെല്ല് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് ഗോണ ബി വെരി ഈസി, അല്ലെങ്കിൽ ആ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് സ്ക്വയർ ഫീറ്റ് വാല്യൂവിൽ വരുന്നത് ബിഗ് മാർജിനായിട്ട് വരും. പക്ഷേ അഗൈൻ യു കെയിൽ ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി ടു ഫൈൻഡ് എ ബയർ. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ഹൈ ആയിരിക്കും, ക്യാഷ് ഫ്ലോ കുറവായിരിക്കും, കാരണം ഒബ്വിയസ്ലി മന്ത്ലി ഒന്നും കിട്ടുന്നില്ല. സമയം നല്ല രീതിയിൽ എടുക്കും, പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഫുൾ ടൈം നിങ്ങൾക്ക് എടുക്കും മോസ്റ്റ് ലൈക്ലി. റിസ്ക് ലെവലും വെരി ഹൈ ആണ്. യു കെയിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. സോ ഐ ആം ഗോണ പുട്ട് the new build of plan in very high risk. I personally wouldn't recommend this strategy if you are a beginner. Let's move on to property auction. Property auction എന്താണ്? ചില വീടുകൾ ഓപ്ഷനിലാണ് വിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഓപ്ഷനിൽ സെല്ലാവാൻ പോകുന്ന വീടുകളുടെ ഡേറ്റ ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ വെബ്സൈറ്റ്സിൽ കയറി കഴിഞ്ഞാൽ, ഓരോ ലൊക്കേഷൻസിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ലോട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ഏതൊക്കെ വീടാണ് വിൽക്കുന്നത്, അതിൻ്റെ അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓപ്ഷനിൽ പോയി എടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ബേസിക്കലി ബിലോ മാർക്കറ്റ് വാല്യൂ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിൽ പോയി എടുക്കുന്നത്. ഓപ്ഷനിൽ വിൽക്കുന്ന പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഡ്യൂ ടു മെനി റീസൺസ്, പ്രോബേറ്റോ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന എന്തെങ്കിലും ടു മെനി സിനാരിയോസ് ഉണ്ട്, അത് കാരണമാണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങളത് എടുത്തു കഴിഞ്ഞ്, ഒബ്വിയസ്ലി ദ ഹോൾ പർപ്പസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓപ്ഷൻ ഇസ് ബിലോ മാർക്കറ്റ് വാല്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഐദർ റീഫൈനാൻസ്, യു ക്യാൻ ലിവ് ഇൻ ദർ, യു ക്യാൻ ഫ്ലിപ്പ് ദ പ്രോപ്പർട്ടി, യു ക്യാൻ റെൻറ്റ് ഇറ്റ് ഔട്ട്, വാട്ട് എവർ യു വാണ്ട് ടു, അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മാർജിൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഓപ്ഷനിലാണ്. പക്ഷേ ഉള്ളി ഇഫ് യു നോ വാട്ട്സ് ദി ഹയസ്റ്റ് ബിഡ് യു ക്യാൻ മേക്ക്. അതിന് ക്ലാരിറ്റി ഇല്ലാതെ ഒരു കാരണവശാലും ഓപ്ഷനിൽ പോവുകയേ ചെയ്യരുത്. ഓപ്ഷനിൽ പോയി വിളിച്ച് ജയിക്കാനല്ല നമ്മൾ പോകുന്നത്. യു ഹാവ് ടു ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി ഓൺ വാട്ട്സ് ദി മാക്സിമം ബിഡ് യു ക്യാൻ മേക്ക് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സ്ട്രാറ്റജി യു ആർ ട്രൈങ് ടു ഡു വിത്ത് പ്രോപ്പർട്ടി ഓപ്ഷൻ. അത് ഡെഫിനറ്റ്ലി ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതില്ല എന്നാണെങ്കിൽ ഐ വുഡൻ റെക്കമെൻഡ് ഓപ്ഷനിൽ പോകുന്നത്. ഐ നോ പീപ്പിൾ യൂസ് ദിസ് ഓപ്ഷൻ ആസ് എ സെൽഫായിട്ട് പ്രൈസ് ചെയ്യാൻ, ഞാൻ ഓപ്ഷനിൽ പോയാണ് പ്രോപ്പർട്ടി വാങ്ങിക്കാറെന്ന ആൾക്കാർ പറയാറുണ്ട്. സോ ട്രസ്റ്റ് മീ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോയിങ് ഇൻ ടു ഓപ്ഷൻ ആൻഡ് ജസ്റ്റ് ബൈങ് എ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് വെറുതെ നോക്കി പറയാൻ പറ്റുന്നൊരു സാധനമല്ല. ഓപ്ഷനിലൊക്കെ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടൻ ടൈമിനുള്ളിൽ നിങ്ങൾ ആ ഒരു കംപ്ലീഷൻ ചെയ്തേ പറ്റൂ, പ്രോപ്പർട്ടി വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടൻ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതാണ് ഓപ്ഷനിൽ എടുക്കാൻ നേരത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ദിസ് ഈസ് എ ബെസ്റ്റ് സ്ട്രാറ്റജി. അഗൈൻ ഇഫ് യു നോ വാട്ട്സ് ദി മാക്സിമം ബിഡ് യു ക്യാൻ മേക്ക് ആൻഡ് വാട്ട് സ്ട്രാറ്റജി യു ആർ പ്ലാനിങ് ടു ഡു വിത്ത് ദി ഓപ്ഷൻ പ്രോപ്പർട്ടി വിച്ച് യു ആർ ഗോയിങ് ടു ബൈ. അപ്പം അത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ ആ സാധനം അല്ലാതെ ഓപ്ഷനിൽ പോകരുത് ഒരു കാരണവശാലും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ റീഫർബ് കഴിഞ്ഞ് പുതിയ GDV, അതായത് പുതിയ വാല്യുവേഷൻ നിങ്ങൾ വിചാരിച്ച പോലെ വന്നില്ല, അത് നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് വിൽക്കാൻ പറ്റിയില്ല, അതിനുള്ള ഡ്യൂ ഡിലിജൻസ് നിങ്ങൾ ചെയ്തില്ല, കച്ചവടം നടക്കുന്ന സ്ഥലമാണോ, വാടകക്കാർ കിട്ടുന്ന സ്ഥലമാണോ, അത് റീഫൈനാൻസ് ചെയ്യാത്ത നിങ്ങൾ ഉദ്ദേശിച്ച GDV കിട്ടിയില്ല, അല്ലെങ്കിൽ അത് എയർബിൻബി ആക്കാൻ നേരത്തെ ആ ഡിമാൻഡ് ഇല്ലാത്ത സ്ഥലമാണ്. സോ ദെയർസ് ടു മെനി തിങ്സ് ടു ലുക്ക് അറ്റ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സ്ട്രാറ്റജി ആർ യു ഗോയിങ് ടു യൂസ് ഇൻ ദറ്റ് ഓപ്ഷനിൽ വാങ്ങിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെയാണ് ഡൗൺ സൈഡ്. ഇനിഷ്യൽ ക്യാപിറ്റൽ ഇസ് വെരി ഹൈ, ഒബ്വിയസ്ലി യു കാൻ ഡു മോർഗേജോ എനിത്തിങ്, നിങ്ങൾ നേരെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അത് കണക്ക് ക്യാഷ് ഫ്ലോ ഒന്നുമില്ല. അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആർ യു ട്രൈങ് ടു ഡു വിത്ത് ദിസ് ഓപ്ഷൻ പ്രോപ്പർട്ടി, അതിനനുസരിച്ചിരിക്കും. അപ്പം വിറ്റ് കഴിയുമ്പോൾ മാർജിൻ ഉണ്ടെങ്കിൽ യെസ്, വെരി ഹൈ ക്യാഷ് ആയിരിക്കും നിങ്ങൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഇഫ് യു ബോട്ട് ദ പ്രോപ്പർട്ടി ഓൺ എ ബിലോ മാർക്കറ്റ് വാല്യൂ ആൻഡ് ഇഫ് യു ക്യാൻ സെൽ ദ പ്രോപ്പർട്ടി അറ്റ് പുതിയൊരു GDV നല്ല വലുതാണെങ്കിൽ ആ ഡിഫറൻസ് ആയിരിക്കും നിങ്ങളെ മാർജിൻ. ആഫ്റ്റർ സബ്ട്രാക്റ്റിംഗ് നിങ്ങൾ ഓപ്ഷനിൽ വാങ്ങിച്ച കാശും റീഫോപ്പ് കാശും എല്ലാം കുറച്ച് കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന എമൗണ്ട്. പിന്നെ ടൈം നല്ല രീതിയിലെടുക്കും, ഡിപ്പെൻഡിങ് ഓൺ എത്രമാത്രം വർക്കാണ് ആ ഒരു പ്രോപ്പർട്ടിക്ക് അത് ചെയ്യാനുള്ളത്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിസ്ക് ലെവൽ ഇസ് വെരി ഹൈ ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു, ഡെഫിനറ്റ്ലി വെരി ഹൈ. സോ ഈ ഒരു സ്ട്രാറ്റജി, പ്രോപ്പർട്ടി ഓപ്ഷൻ എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി, ഞാനത് വെരി ഹൈയിലിടുന്നില്ല, പക്ഷേ ഹൈ റിസ്ക്കിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അഗൈൻ ഈ പറയുന്ന BRR, ഫ്ലിപ്പിംഗ്, ഇങ്ങനത്തെ സ്ട്രാറ്റജീസൊക്കെ നമുക്ക് ഓപ്ഷനിലെടുത്ത പ്രോപ്പർട്ടിയിലും ഫ്ലിപ്പ് ചെയ്യാം, ഓപ്ഷനിലെടുത്ത പ്രോപ്പർട്ടിയിലും BRR ചെയ്യാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, നമുക്ക് എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷനിലെടുത്തിട്ട് ഈ സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാം. സോ സിമിലർ റിസ്ക്കിലാണ്. പക്ഷേ ഓപ്ഷനിലെടുക്കുമ്പോൾ അഗൈൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വാട്ട് ഇസ് ദി ഹയസ്റ്റ് ബിഡ് യു ക്യാൻ മേക്ക് ആൻഡ് വാട്ട് സ്ട്രാറ്റജി ആർ യു ഗോയിങ് ടു എക്സിക്യൂട്ട് ഇൻ ദ സ്ട്രാറ്റജി. വാട്ട് സ്ട്രാറ്റജി ആർ യു ഗോയിങ് ടു എക്സിക്യൂട്ട് ഇൻ പ്രോപ്പർട്ടി ഓപ്ഷൻ, അത് ഞാൻ ഉദ്ദേശിച്ചത്. Okay, let's move on to the next strategy, which is co-hosting or Airbnb management. This is one of my favorite strategy. നമ്മൾ ഫസ്റ്റ്ലി അതെന്താണെന്ന് ഞാൻ പറയാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആക്കാം. നമ്മൾ Airbnb വെബ്സൈറ്റിൽ കയറാൻ നേരത്തെ, അല്ലെങ്കിൽ booking.com വെബ്സൈറ്റിൽ കയറാൻ നേരത്തെ ആ ഒരു പ്രോപ്പർട്ടി അതിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഹോസ്റ്റ്,
ആ ഹോസ്റ്റ് ആയിരിക്കണം എന്നില്ല നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നത്. ഇപ്പോൾ അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ എല്ലാം നേരത്തെ ഹോട്ടലിൻ്റെ ഓണർ അല്ലല്ലോ ഒബ്വിയസ്ലി കൺസേജിലിരിക്കുന്നത്. ദേഴ്സ് എ റിസപ്ഷനിസ്റ്റ്. അതിന് പല പല ആൾക്കാരുണ്ട് ഓരോ ആസ്പെക്ട്സ് നോക്കുന്നത്. അതേ കണക്ക് അതിൻ്റെ ഒരു സ്മോളർ ഫോമാണ് കോ ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്. കോ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരു വീടുണ്ട്. ഞാൻ ആ വീട് മാനേജ് ചെയ്യുന്ന ഹോസ്റ്റ് ഞാനാണ്. അപ്പോൾ ഞാനാണ് ഹോസ്റ്റ്, ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന ഹോസ്റ്റ് ആസ് എൻ എയർബിഎൻബിക്കകത്ത്. പക്ഷേ അതിൽ കാര്യങ്ങൾ നോക്കാനും ഗസ്റ്റുമായിട്ട് സംസാരിക്കാനും എനിക്കൊരു കോ ഹോസ്റ്റിനെ വെക്കാം. അതാണ് കോ ഹോസ്റ്റിംഗ്. ഒന്നുമില്ല, ഹോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കോ ഹോസ്റ്റ്. അതാണ് ആ ഒരു ആസ്പെക്റ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എയർബിഎൻബി ഷോർട്ട് ടേം ലെറ്റായിട്ട് റൺ ചെയ്യുന്ന പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന ആൾ, അത് ക്യാൻ ബി ദ ഹോസ്റ്റ് ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സ്മോൾ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആണ്. പക്ഷേ ഒബ്വിയസ്ലി യു നീഡ് ടു നോ ഹൗ ടു മാനേജ് എ ഷോർട്ട് ടേം ലെറ്റ് പ്രോപ്പർട്ടി. എന്നാൽ കോ ഹോസ്റ്റിംഗ് ആൻഡ് എയർബിഎൻബി മാനേജ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് തിങ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു വെൻ യു സ്റ്റാർട്ട് എ പ്രോപ്പർട്ടി ബിസിനസ്. നമ്മൾ 1% ഉള്ള മെമ്പേഴ്സിൻ്റെ അടുത്തും ഇതേ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈസി ടു സ്റ്റാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കോ ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ എയർബിഎൻബി മാനേജ്മെൻറ്റ്. ഇത് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ലൈൻസ് നമ്മൾ 1% ക്ലബിൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടി കിട്ടാൻ എന്ത് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവർ ലൈക്ക് ലിറ്ററലി ദേ സ്റ്റാർട്ട് വിത്ത് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്. കാരണം നമ്മൾ റെൻറ്റൊക്കെ ചെയ്യാൻ നേരത്ത് പറഞ്ഞാൽ നമ്മൾക്ക് പോകണം, ലാൻഡ്ലോഡ് വരെ സംസാരിക്കണം, കൺവിൻസ് ചെയ്യണം, അത് ഇത് നമ്പേഴ്സ് നോക്കണം. ഇതിനകത്തൊന്നുമില്ല, നത്തിങ് അറ്റ് ഓൾ. ബേസിക്കലി റെൻറ്റോ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് തന്നെ എയർബിഎൻബി ആയിട്ട് റൺ ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ മേക്ക് ചെയ്യുന്ന റവന്യൂവിൻ്റെ 20% ഓർ 10-20% എനിവെയർ യു ക്യാൻ ചാർജ്. അപ്പോൾ ആ റവന്യൂവിൻ്റെ പ്രോഫിറ്റിൻ്റെ അല്ല, റവന്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഈ ഗസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ക്ലീനറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് കണക്ക് ചേഞ്ച് ഓവേഴ്സ്, അത് കണക്ക് വരുന്ന ഗസ്റ്റുമായിട്ട് പറഞ്ഞ് അവരുടെ ചെക്ക് ഇൻ ഇൻസ്ട്രക്ഷൻ, ചെക്ക് ഔട്ട് ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ മാനേജ് ചെയ്യുന്നത്, അത് കണക്കത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നിങ്ങൾ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ ചെയ്യുന്നത്. അഗൈൻ കോ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പം ഈ മാനേജ് ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കോ ഹോസ്റ്റിംഗ്. പക്ഷേ മാനേജ്മെൻറ്റാണ് ഈ പറഞ്ഞ 15-20% ഓർ 10-20% കിട്ടുന്നത്. കോ ഹോസ്റ്റിംഗ് ചെയ്യുന്നയാൾക്ക് അത്രയും കിട്ടത്തില്ല, മേ ബി ഒരു 5-8-9% കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പകുതി മാനേജ്മെൻറ്റ് പകുതിയായിരിക്കും കോ ഹോസ്റ്റിങ്ങിന് കിട്ടുന്നത്. അപ്പം ഈ ഒരു സാധനമാണ് നമ്മൾ ക്ലബ് മെമ്പേഴ്സിന് കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ വെസ്റ്റ് ലണ്ടൻ സൈഡിലൊക്കെ നമ്മൾ കോ ഹോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ HMO പ്രോപ്പർട്ടീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2500 റെൻറ്റ് വരുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാനേജ് ചെയ്ത് കൊടുക്കുകയാണ്. 2500 റെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ ചാർജ് ചെയ്യുന്ന വെറും 10%, വിച്ച് ഇസ് £250. നമ്മൾ ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടെനൻസിനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് റെൻറ്റ് വരുന്നത് നമ്മളെ കമ്പനി ത്രൂ ആയിരിക്കും. ഇപ്പോൾ 2500 ടെനൻസ് നമുക്ക് അടയ്ക്കും. അതിൽ നിന്ന് 250 സബ്ട്രാക്ട് ആയിട്ട് 2250 ലാൻഡ് ലോഡിന് അയച്ചു കൊടുക്കും. 250 നമ്മളെ അക്കൗണ്ടിൽ. ഒരു 5-6 മാസത്തേക്കൊന്നും നോട്ട് എ ബിഗ് ഡീൽ. ഇത് HMOയിൽ നോർമൽ ഡെറ്റിൽ HMOയിൽ നമ്മൾ ചെയ്യുന്നത്. സെയിം തിങ് എയർബിഎൻബിയിലും ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്തേക്കെന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡിന് നമുക്ക് ആ ഒരു റെൻറ്റ് നമ്മൾ കൊടുക്കും. ഇപ്പോൾ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലബ് മെമ്പറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ ഒരു ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോപ്പർട്ടി എടുത്തിട്ട് ലാൻഡ് ലോഡുമായിട്ട് ഒന്നിച്ച് ചേർന്ന് മാനേജ് കൊടുക്കണം. അപ്പം നമ്മൾ മാനേജ്മെൻറ്റ് ഇവിടെ 30% ചാർജ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നിയർലി 4000 എമൗണ്ട് മേക്ക് ചെയ്യുന്നതിന് 30%. യു ക്യാൻ ഇമാജിൻ അത്ര നിയർലി 1200 പൗണ്ടോളം മാനേജ്മെൻറ്റിന് മാത്രം കിട്ടുന്നു. ഒരു റിസ്ക്കും ഇല്ല, നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ട ഒന്നുമില്ല. കാരണം ലാൻഡ് ലോഡുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്നാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അപ്പം മാനേജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും എമൗണ്ട്. നമുക്ക് അതിൽ നിന്ന് എക്സ്പെൻസ് ഒന്നുമില്ല, നമുക്ക് മേക്ക് ചെയ്യുന്ന റവന്യൂവിൻ്റെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്. സോ വൺ ഓഫ് ദി ഈസിയസ്റ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ബുക്ക് എ കോൾ വിത്ത് അവർ ടീം മെമ്പർ. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഫർദർ അസിസ്റ്റൻസ് വേണോ ജസ്റ്റ് കാര്യം പറഞ്ഞു തന്നാൽ മതിയോ, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു വിഷ്. കോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീം മെമ്പറോട് സംസാരിച്ച് നിങ്ങൾ ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. കാരണം ഇത് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, യു ക്യാൻ ഈസി ടു സ്റ്റാർട്ടാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ലിറ്ററലി വെരി ഈസി. നിങ്ങൾ സ്വന്തം പേരിൽ തന്നെ ചെയ്യാം. ഒബ്വിയസ്ലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വീസ യു ആർ ഇൻ, അതിൻ്റെ ഗൈഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ കോൾ ബുക്ക് ചെയ്യാൻ നേരത്തെ ഡിപ്പെൻഡിങ് ഓൺ യുവർ വീസ നിങ്ങൾക്ക് എന്ത് വിസയിലാണെങ്കിലും എങ്ങനെ ചെയ്യാം എന്ന് വരെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഞങ്ങളല്ല, നമുക്ക് ലീഗലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സോളിസിറ്റേഴ്സ് ഉണ്ട്, അവരുടെ അസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരുന്നത്. കാരണം ഞാനൊന്നും ലീഗലി ക്വാളിഫൈഡ് അല്ല, എനിക്കിതൊന്നും അഡ്വൈസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അവരെ വെച്ചിട്ടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ഡിപ്പെൻഡിങ് ഓൺ യുവർ വീസ സ്റ്റേറ്റസ്. നമ്മൾ പല ആൾക്കാരും ഇമിഗ്രൻസ് ആണല്ലോ, അൺലെസ് യു ആർ ബ്രിട്ടീഷ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പം അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വിസ സ്റ്റേറ്റസ് അനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് കയറാനായിട്ട് ഫുൾ സപ്പോർട്ട് നമുക്ക് തരാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ബുക്ക് കോൾ ബിലോ. സോ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ കമ്മിങ് ടു കോ ഹോസ്റ്റിംഗ് ആൻഡ് ഇത്
ഇത് മീഡിയം റിസ്കിലിടണോ ലോ റിസ്കിലിടണോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ലൈക്ലി ഐ എം ഗോണ പുട്ട് ദിസ് ലോ റിസ്കിനകത്ത് ഇടാൻ പോവാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഇടുന്നു, പക്ഷേ ഞാൻ ലോ റിസ്കിലിടാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് കോ ഹോസ്റ്റിംഗ് ഓർ മാനേജ്മെൻറ്റ്. അടിപൊളിയാണ്, ഹൈലി റെക്കമെൻഡഡ്. കാരണം എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്ന സാധനമാണ്. കാരണം ഇനിഷ്യൽ ക്യാപിറ്റൽ ഇല്ല, ക്യാഷ് ഫ്ലോ പൊട്ടൻഷ്യൽ നല്ല രീതിയിലുണ്ട്, ടൈം ലിറ്ററലി ഒന്നുമില്ല. 30 days കഴിയുമ്പോൾ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് യുവർ ഇൻകം. റിസ്ക് ലെവൽ വെരി ലോ, കാരണം ദർസ് നത്തിങ് മച്ച്. നിങ്ങൾ മാനേജ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല. റെൻ്റ് ഒന്നും അല്ല, അത് ലിറ്ററലി മാനേജ്മെൻ്റ് ആണ്. സോ അടിപൊളി സ്ട്രാറ്റജി. കീപ്പ് എൻ ഐ ഓൺ ദിസ് വൺ. വെരി ലോ റിസ്ക്, കോ ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ എയർബിഎൻബി മാനേജ്മെൻറ്റ്. So let's move on to the next one, which is lease option agreement. So നല്ല ടൈമിങ്. ഐ ആം കറൻ്റ്ലി ഇൻ ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓൺ എ പ്രോപ്പർട്ടി അണ്ടർ ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ്. ഒന്നല്ല 2 പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. സോ എന്താണ് ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ്? യു ആർ ബേസിക്കലി അഗ്രീയിങ് വിത്ത് ദ വെൻഡർ ടു ബൈ ഹിസ് പ്രോപ്പർട്ടി ആഫ്റ്റർ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ്. അതാണ്. അൺടിൽ ദെൻ യു ലീസ് ഹിസ് പ്രോപ്പർട്ടി. ഈവൻ ദോ യു ആർ ലീസിങ് ദ പ്രോപ്പർട്ടി, യു വിൽ ഹാവ് ഫുൾ റൈറ്റ്സ് ഓൺ ദ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ആ വീട് പൊളിക്കുകയോ പുതുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കുകയോ എയർബിഎൻബി ആക്കിയോ സോഷ്യൽ ഹൗസിങ്ങോ വാട്ട് എവർ യു വാണ്ട് ടു ഡു, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ്. അപ്പം സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിക്കും. അതുവരെ യു ഡോണ്ട് പേ ദം. If you want, you can pay them monthly. It's a contract. The contract is a blank paper. Whatever you write on it, that's how the contract is. But you agree to pay the price of the property, which you agree now after certain number of years. Which you agree now. That's the main important point. അത് പിന്നെ അല്ല ഡിസൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഡിസൈഡ് ചെയ്യും എത്രയ്ക്കാണ് ആഫ്റ്റർ എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന്. അത് ആദ്യമേ അഗ്രി ചെയ്ത് വെക്കും. ആൻഡ് യു ഡെഫിനറ്റ്ലി നിങ്ങൾ തന്നെ വാങ്ങിക്കണം എന്ന് പോലും നിർബന്ധമില്ല. അതിന് യു മേക്ക് ഇറ്റ് സൈനബിൾ എന്ന് പറയും. സൈനബിൾ ആക്കി കഴിഞ്ഞാൽ ആ എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇപ്പോൾ ലെറ്റ്സ് 5 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ആ വീട് വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പോൾ അഗ്രി ചെയ്ത എമൗണ്ടിന് ആ സമയമാകുമ്പോൾ ഇഫ് യു കാൺ ബൈ, നിങ്ങൾക്ക് അത് വേറെ ആളെ കൊണ്ട് വാങ്ങിപ്പിച്ചാലും മതി. അത് പക്ഷേ യു ഹാവ് ടു മേക്ക് ഇറ്റ് സൈനബിൾ, എന്നാൽ മാത്രമേ അത് പോസിബിൾ ആയിരിക്കത്തുള്ളൂ. ഇനി ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട് യു ഡോണ്ട് നീഡ് ടു ഒബ്വിയസ്ലി ഓൺ എ പ്രോപ്പർട്ടി. നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ സ്ട്രാറ്റജി ബിഗിനേഴ്സിന് റെക്കമെൻഡഡ് ആണ്. പക്ഷേ അഗൈൻ, വൈ ഷുഡ് സമ്മൺ ഗിവ് എ പ്രോപ്പർട്ടി ടു യു? ദിസ് നിങ്ങളുടെ മൈൻഡിലുള്ള ചോദ്യമായിരിക്കും. എന്തുകൊണ്ട് ഒരു വെണ്ടർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്തോ, എനിക്ക് 5 വർഷം കഴിഞ്ഞ് പൈസ തന്നാൽ മതി? ഹൂ വുഡ് അഗ്രി ഓൺ ദാറ്റ്? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെയർ മൈറ്റ് ബി മൾട്ടിപ്പിൾ റീസൺസ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദാറ്റ് പ്രോപ്പർട്ടി ക്യാൻ ബി ഇൻ നെഗറ്റീവ് എക്വിറ്റി. എന്താണ് നെഗറ്റീവ് എക്വിറ്റി? നെഗറ്റീവ് എക്വിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്ട്രാറ്റജീസ് റാങ്കിങ് ചെയ്യാനായിരുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്ന അവസ്ഥയെ എന്നാൽ തന്നെയും കുഴപ്പമില്ല, ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. നെഗറ്റീവ് എക്വിറ്റി എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ നിങ്ങളൊരു 200,000 പൗണ്ടിന് നിങ്ങളൊരു വീട് വാങ്ങിച്ചു. ആ വീടിന് നിങ്ങൾ 10,000 പൗണ്ട് ഡെപ്പോസിറ്റ് ഇട്ടു. ബാക്കി 190,000 ആണ് നിങ്ങൾക്ക് ആ വീട്ടിൽ മോർഗേജ് ഉള്ളത്. ആ ഓണർ വീട് വിൽക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അയാൾക്ക് മോർഗേജ് പേയ്മെൻറ്റ്സ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾ ആ ഒരു വീടിൻ്റെ നിൽക്കുന്ന ലൊക്കേഷനിൽ വില ഇടിഞ്ഞു, ആ വീടിൻ്റെ വില പുതിയതായിട്ടുള്ളത്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ആ വീടിനുള്ള മോർഗേജ് പേയ്മെൻറ്റ്സ് ഒരു ലെറ്റ്സ് സേ ഒരു 800 പൗണ്ടാണ്, അയാൾക്ക് റെൻറ്റ് കിട്ടുന്നത് 750 പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിക്കാരന് കിട്ടുന്ന വാടകയിൽ നിന്ന് മൊത്തം ഓൾമോസ്റ്റ് മോർഗേജിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻഷുറൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ബേസിക്കലി. സോ ടു കീപ് ദറ്റ് ഹൗസ് വിത്ത് ഹിം, ഹി ഹാസ് ടു പേ മണി എവരി മന്ത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ വാട്ട് വുഡ് യു ഡു? പുള്ളിക്ക് വീട് വിറ്റാൽ മതി, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് നമുക്ക് വി ക്യാൻ കം ഇൻ ടു ടേംസ് വിത്ത് ദം. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അനദർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു വീട് പുള്ളി 190,000 ആണ് മോർഗേജ്. 10 ലക്ഷം 10,000 പൗണ്ട് പുള്ളി ഇട്ട് കഴിഞ്ഞു ഡെപ്പോസിറ്റ് ആയിട്ട്. ഈ വീടിൻ്റെ പുതിയ വാല്യൂ ലെറ്റ്സ് സേ പുതിയ വാല്യൂ അല്ല, ആ ലൊക്കേഷനിൽ വീടിൻ്റെ വില ഇടിഞ്ഞു. ഇപ്പോൾ വീടിൻ്റെ പുതിയതായിട്ടുള്ള വാല്യുവേഷൻ 190,000 പൗണ്ടാണെന്ന് വെച്ചോ. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? പുള്ളി വാങ്ങിച്ചത് 200,000 10,000 ഡെപ്പോസിറ്റ് ഇട്ട് 190,000 പുള്ളിക്ക് മോർഗേജ് ഉണ്ട്. അപ്പം പുള്ളിയുടെ വീടിൻ്റെ പുതിയ വാല്യൂ ഒരു ലെറ്റ്സ് സേ ഒരു 185 ആണെങ്കിൽ, പുള്ളിക്ക് ആ വീട് വിറ്റാൽ എത്രയാണ് പുള്ളിക്ക് കിട്ടുന്നത്? 185 ആണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പം പുള്ളിക്ക് വീട് വിറ്റ് കഴിഞ്ഞാൽ പുള്ളിക്ക് ലാഭമില്ല, പക്ഷേ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കണം. കാരണം എന്താ? മോർഗേജ് ലെഫ്റ്റ് എത്രയാണ്? 190 ആണ്. അപ്പോൾ 5,000 പൗണ്ട് കയ്യിൽ നിന്ന് ഇട്ടാലേ വീട് വിൽക്കാൻ തന്നെ പറ്റും. അപ്പോൾ വീട് കയ്യിൽ വെക്കാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ വിച്ച് ഇസ് കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ഇറങ്ങുന്നത്. പക്ഷേ വീട് വിൽക്കണമെങ്കിലും കയ്യിൽ അങ്ങോട്ട് കാശാണ്. അപ്പോൾ വെക്കാനും പറ്റില്ല, വിൽക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് യൂഷ്വലി നമുക്ക് ഈ ഒരു ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റിൽ അഗ്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യു ക്യാൻ കം ഇൻ ടു ടേംസ് വിത്ത് ദം. നിങ്ങളെ മന്ത്ലി പേയ്മെൻറ്റ്സ് നമ്മൾ കവർ ചെയ്യാം എന്നൊക്കെ പറയാം.
അപ്പോൾ നമ്മൾ കവർ ചെയ്താൽ നമ്മളെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ വീട് ലെറ്റ്സ് റൺ ഡൗൺ ഹൗസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരന് പൈസ ഇടാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷേ വി വിൽ കം ഇൻ, നമ്മൾ ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വീട് എക്സ്റ്റൻഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി സ്റ്റിൽ ക്യാൻ പേ ദം ദി പുള്ളിക്കാരന് മന്ത്ലി മോർഗേജ് എത്രയെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. പ്ലസ് എക്സ്ട്രാ വരുന്ന മാർജിനാണ് നമ്മളെ പ്രോഫിറ്റ്. പ്ലസ് ആ വീട് നമ്മൾ ആഫ്റ്റർ എക്സ് നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മളിപ്പോൾ അഗ്രി ചെയ്യുന്നത്, നമ്മൾ ലെറ്റ്സ് സേ ഒരു 225 അഗ്രി ചെയ്യുവാണെങ്കിൽ തന്നെയും വിച്ച് ഇസ് ഇത് എബോവ് മാർക്കറ്റ് വാല്യൂ ആണ്. കാരണം പുതിയ വാല്യൂ എത്രയായിരുന്നു, പുള്ളി വാങ്ങിച്ചത് 200-ന്, പുള്ളിക്ക് വാല്യുവേഷൻ കിട്ടിയത് 185 ആണ്, നമ്മൾ കൊടുക്കുന്നത് 225 ആണ്. പക്ഷേ ആഫ്റ്റർ 5 ഇയേഴ്സ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ റീഫർബ് ചെയ്ത് കഴിയുമ്പോൾ വീടിൻ്റെ പുതിയ വാല്യൂ എത്രയായിരിക്കും, ചിലപ്പോൾ 300 ആയിരിക്കും. 300 ആണെങ്കിൽ നമ്മൾ അഗ്രി ചെയ്ത് എത്രയാണ്, 225 ആണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി അവിടെ അത്രയും വലിയൊരു മാർജിൻ, 75,000 പൗണ്ട് മാർജിൻ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് വരുവാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നത്. പ്ലസ് മന്ത്ലി ക്യാഷ് ഫ്ലോ ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ഒക്കെ വരുത്തി കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോയിലും ബെനിഫിറ്റ് ചെയ്യും. അറ്റ് ദ എൻഡ് നമ്മൾ ആ വീട് വിൽക്കാൻ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഡിഫറൻസ് നമ്മൾ നേരത്തെ അഗ്രി ചെയ്ത പ്രൈസ് ആയിരിക്കത്തില്ല പിന്നെ കിട്ടുന്ന വാല്യൂഷൻ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആ സമയത്ത് ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരും. നമ്മൾ വീട് പണിഞ്ഞുകൊണ്ട് വീടിൻ്റെ വില കൂടി, അത് കാരണമുള്ള ഡിഫറൻസ് നമുക്ക് മാർജിനായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ലീഗൽ കോൺട്രാക്ട്സ് സെറ്റപ്പ് ആക്കാൻ നമുക്ക് യൂഷ്വലി വാട്ട് പീപ്പിൾ ഡു ഇസ് ഗോ ടു സോളിസിറ്റേഴ്സ്. പക്ഷേ ട്രസ്റ്റ് മീ, ഒരൊറ്റ സോളിസിറ്ററിന് ഇതറിയത്തില്ലായിരിക്കും. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് അവർ തന്നെ ഒരു ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് മേക്ക് ചെയ്ത് തരും. ട്രസ്റ്റ് മീ, അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് ചെയ്യരുത്. പക്ഷേ വി ഹാവ് വൺ ഓഫ് മൈ മെൻറ്റർ ഗേവ് മീ സോളിസിറ്റേഴ്സ് ഹൂ സ്പെസിഫിക്കലി ഡു ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ്. ഈ സോളിസിറ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ 1% ക്ലബ് മെമ്പേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കൊടുക്കുന്നതിന്. കാരണം ഇതൊന്നും നമുക്ക് ഈസിലി ഗൂഗിളിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കിട്ടുന്ന സാധനങ്ങളല്ല. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരനൊക്കെ പുള്ളിയുടെ അടുത്ത് നിന്നുകൊണ്ട് മാത്രം നമുക്ക് തന്നെയാണ്. അപ്പം അങ്ങനത്തെ യു ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് ഇങ്ങനത്തെ സോളിസിറ്റേഴ്സിനൊക്കെ ഡീറ്റെയിൽസ്. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട് ഇനിഷ്യൽ ക്യാപിറ്റൽ പറഞ്ഞല്ലോ, യൂഷ്വലി യു സ്പെൻഡ് £1 ഫോർ ദ കോൺട്രാക്റ്റിന് വേറെ പൈസ കൊടുക്കണം. പക്ഷേ എന്നാലും നമ്മൾ നെയിം സേക്കിന് നമ്മൾ ട്രാൻസാക്ഷൻ മേക്ക് ചെയ്യുന്നത് £1 സോ അതാണ് ആൾക്കാർ പറയുന്നത് £1 പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് പറയുന്നത് ബേസിക്കലി ഇത് ലീസ് ഓപ്ഷൻ അഗ്രിമെൻ്റ് ആണ്. സോ ഇനിഷ്യൽ ക്യാപിറ്റൽ കാര്യമായിട്ടൊന്നുമില്ല. ക്യാഷ് ഫ്ലോ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഇഫ് യു ഡു റീഫർബ് ടു ദാറ്റ് പ്രോപ്പർട്ടി. മന്ത്ലി ക്യാഷ് ഫ്ലോ കിട്ടും. അറ്റ് ദ എൻഡ് സെല് ചെയ്യുമ്പോൾ അവിടെ ഒരു മാർജിൻ വരും. ടൈം 5 വർഷം നിങ്ങൾ പറഞ്ഞാൽ 5 വർഷം കാത്തിരിക്കണം അത്രയും മാർജിൻ വരണമെങ്കിൽ. പക്ഷേ ക്യാഷ് ഫ്ലോ വൈസ് യെസ് നിങ്ങൾക്ക് നേരത്തെ കിട്ടും ഇഫ് യു ഡു ദ റീഫർബ് ഓർ ദി എക്സ്റ്റൻഷൻ ആസ് സൂൺ ആസ് യു ടേക്ക് ഓൺ ദ പ്രോപ്പർട്ടി ഡീൽ. റിസ്ക് ലെവൽ വെരി ഹൈ ആണ്. ആ സമയത്തിനുള്ളിൽ നമ്മൾ വീട് വാങ്ങിക്കുന്ന സമയത്തിനുള്ളിൽ, അതായത് എക്സ് നമ്പർ ഓഫ് ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ റീഫർബ് ചെയ്തില്ല അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വന്നില്ല എന്നാണെങ്കിൽ റിസ്ക് ലെവൽ വിൽ ബി വെരി ഹൈ. സോ ലീസ് ഓപ്ഷൻ അഗ്രിമെൻറ്റ് ഐ ആം ഗോണ പുട്ട് ദാറ്റ് ഇൻ ഹൈ റിസ്ക്. ഡെഫിനറ്റ്ലി നിങ്ങൾ വെറുതെ ഒരു വീട് വിൽക്കുന്ന ആളെ കൊണ്ടുപോയി കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. ഇറ്റ് ഷുഡ് ബി മ്യൂച്വലി ഹെൽപ്പിംഗ്. അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ നമ്മൾ അവരെ ഹെൽപ്പും ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ബൈ ഡൂയിങ് ദാറ്റ് വി ഗെറ്റ് എ ഡീൽ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഷുഡ് ബി എ വിൻ വിൻ. എന്നാലേ അവർ സെയിൽ അവിടെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദി നെക്സ്റ്റ് സ്ട്രാറ്റജി വിച്ച് ഇസ് അസിസ്റ്റഡ് സെയിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സ്ട്രാറ്റജിയാണ് അസിസ്റ്റഡ് സെയിൽ എന്ന് പറഞ്ഞാൽ. വാട്ട് യു ബേസിക്കലി ഡു ഇസ്, ഒരു സെയിലിന് ഒരു വീട് കച്ചവടം നടക്കുന്നു, ആ ഒരു സെയിലിനെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോർമൽ നമ്മൾ എസ്റ്റേറ്റ് ഏജൻസ് ഒക്കെ ചെയ്യുന്ന സെയിം പരിപാടി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേ. എസ്റ്റേറ്റ് ഏജൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, വീട് വിൽക്കാൻ പോകുന്ന വെൻഡറിൻ്റെ അടുത്തുനിന്ന് അവർക്കൊരു ബയറിനെ കാണിച്ചു കൊടുക്കാൻ നേരത്തെ വീടിൻ്റെ അഗ്രി ചെയ്യുന്ന സെയിൽസ് പ്രൈസിൻ്റെ ഒരു 1% 2% കമ്മീഷൻ എടുക്കും. അതാണ് നോർമൽ എസ്റ്റേറ്റ് ഏജൻസ് ചെയ്യുന്നത്. അസിസ്റ്റഡ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആസ് എ പേഴ്സൺ ഓർ ആസ് എ കമ്പനി യു ഗോ ടു ദ പേഴ്സൺ സെല്ലിംഗ് ദ ഹൗസ് ആൻഡ് യു ടെൽ ദം, ഈ വീട് ഇപ്പോൾ ലെറ്റ്സ് സേ 200,000 വീടാണെങ്കിൽ യു ടെൽ ദം ഈ വീട് ഞാൻ 200,000 വിറ്റ് തരാം എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അഗ്രി ചെയ്തൊരു കോൺട്രാക്റ്റ് നിങ്ങൾ മേക്ക് ചെയ്യും. സോ നിങ്ങൾ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ ആ വീട്ടിലൊരു റീഫർബ് പൊട്ടൻഷ്യലുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ പൈസ ഇടും. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ വെച്ച് ആ ഒരു വീട്ടിൽ നിങ്ങൾ പൈസ ഇട്ട് ആ വീടിൻ്റെ വാല്യൂ ഒന്നും കൂടെ പുഷ് ചെയ്യും. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളൊരു 10,000 പൗണ്ട് ഇട്ട് നിങ്ങൾ അതിൻ്റെ വാല്യൂ പുഷ് ചെയ്ത് പുതിയ വാല്യൂ ഇപ്പോൾ 200,000 അല്ല, നിങ്ങൾ 10,000 പൗണ്ടിന് പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ 250 അല്ലെങ്കിൽ 240 ആയി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ ഒരു 6 മന്ത്സ് നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ഒരു ബയറിനെ കൊണ്ടുവരുവാണെങ്കിൽ ആ സമയത്ത് 240ക്ക് നിങ്ങൾ കച്ചവടം മേക്ക് ചെയ്ത് കഴിഞ്ഞാലും
നിങ്ങൾ അഗ്രി ചെയ്ത സെയിൽ പ്രൈസ് 200,000 ആണ്. അപ്പം ആ ഒരു എമൗണ്ട് വെണ്ടറിന് കൊടുത്താൽ മതി, വിച്ച് ഇസ് 200,000. ആ 10,000 പൗണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് ഇട്ടത്, പക്ഷേ അത് കാരണം നിങ്ങൾ മേക്ക് ചെയ്ത് എത്രയാണ് 40,000. സോ വിച്ച് മീൻസ് യുവർ മാർജിൻ ഇസ് 30,000 പൗണ്ട്. പക്ഷേ ഒരു നോർമൽ സെയിൽ മേക്ക് ചെയ്യുമ്പോൾ 200,000 വീടാണെങ്കിൽ ലെറ്റ്സ് സേ 1% 2% ആണ് സെയിൽ കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ കമ്പയർഡ് ടു ദിസ് വൺ ഇതിനകത്ത് മാസ്റ്റീവ് മാർജിനാണ്. സോ ഇറ്റ്സ് നോട്ട് ഗോണ ബി പോസിബിൾ ഫോർ എവറിത്തിങ്. ഇപ്പോൾ ഒരു നോർമൽ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അസിസ്റ്റഡ് സെയിൽ വലിയ മാർജിൻസ് ഒന്നും മേക്ക് ചെയ്യാൻ പോകുന്നില്ല. വീടൊക്കെ ആണെങ്കിൽ യെസ് ദർ സം റൂം ഫോർ പൊട്ടൻഷ്യൽ. അപ്പം അതാണ് നിങ്ങൾക്ക് ഇനിഷ്യൽ ക്യാപിറ്റൽ വലിയ ക്യാപിറ്റൽ വേണ്ടി വരുന്നില്ല. കാരണം നിങ്ങൾ റീഫർബ് ചെയ്യാതെ സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഈവൻ ഇഫ് യു ഫൈൻഡ് എ ബയർ ഹു ഈസ് ഹാപ്പി ടു പേ 210, അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ട് എനിക്ക് ഈ സ്ഥലത്ത് ഇന്ന വീട് തന്നെ വേണം എന്ന് പറയാൻ നേരത്തെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബയറിനെ കണ്ടുപിടിച്ചാൽ 200 വീട് 210 വിട്ടാൽ 10,000 പൗണ്ട് മാർജിനാണ്. ഈവൻ നിങ്ങളൊരു എസ്റ്റേറ്റ് ഏജൻറ്റ് വിൽക്കാൻ നേരത്ത് കിട്ടുന്ന ആ ഒരു കമ്മീഷനെ കാട്ടിയും ഹൈ ആയിരിക്കും അസിസ്റ്റഡ് സെയിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആണ്. പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു വീട് പർച്ചേസ് ചെയ്യുന്ന ബയർ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബയറിനെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോളിസിറ്ററിനെ വെച്ച് ഞാനീ പറഞ്ഞ പോലെ പ്രീ അഗ്രി ചെയ്ത കോൺട്രാക്റ്റ് മേക്ക് ചെയ്യാതെ അത് ചെയ്യരുത്. കാരണം അത് മേക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ എനിക്കറിയാവുന്ന ആളാണ്, വെണ്ടറിനെ എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വേർബലി പറയുന്നതുകൊണ്ട് കാര്യമില്ല. So always you definitely should have a contract in place. So initial capital depends. അത് പണി ചെയ്യാനുള്ള വീടാണെങ്കിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ടൈം അത്യാവശ്യം എടുക്കും. കാരണം ഡിപ്പെൻസ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ട്, റീഫർ ചെയ്യാനുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. നിങ്ങൾക്കൊരു പ്രോപ്പർ ബയറിനെ കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. പക്ഷേ ഇഫ് യു ഓൾറെഡി ഹാവ് ഒരു ബയറിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്, ആ ഒരു ഡേറ്റ നിങ്ങൾ കളക്ട് ചെയ്യുന്ന, ലൈക്ക് മീ എന്നെ പോലെ കളക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഡീൽ വരാൻ നേരത്തെ പെട്ടെന്ന് ആ ഇൻവെസ്റ്റർ ലിസ്റ്റിന് ഇമെയിൽ അയച്ചിട്ട് നമുക്കത് കൊടുക്കാം. നമ്മൾ 1% ക്ലബ് മെമ്പേഴ്സിന് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ 3 വർഷമായിട്ടുള്ള എൻ്റെ ഡേറ്റ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 42,000 പീപ്പിൾ ഉണ്ട്. അതിൽ നിന്ന് 8,000 ആൾക്കാരാണ് ആക്റ്റീവ് ഇൻവെസ്റ്റർ ലിസ്റ്റ്. അവർക്കാണ് നമ്മൾ ഇമെയിൽ അയച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറേ ആൾക്കാർ ഫിൽറ്റർ ചെയ്ത് വാട്സാപ്പിലും വെച്ചിട്ടുണ്ട്. സോ എന്തെങ്കിലും വരാൻ നേരത്ത് ഡയറക്റ്റ്ലി അങ്ങോട്ടാണ് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നത്. സോ ആരെങ്കിലും താല്പര്യം കാണിക്കുമ്പോൾ വി ജസ്റ്റ് പാസ് ഇറ്റ് ഓൺ. ഞാൻ ഇടപെടത്തേ ഇല്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ ക്ലബ്ബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈം, ഇറ്റ് ക്യാൻ ടേക്ക് ടൈം അൺലെസ് യു ആർ ഇൻസൈഡ് ദ ക്ലബ്ബ്. നമ്മൾ ക്ലബിനകത്താണെങ്കിൽ വെരി ക്വിക്ക്ലി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ആസ് എൻ ഔട്ട്സൈഡർ യെസ് ഇറ്റ് മൈ ടേക്ക് ടൈം ഫോർ യു ടു കംപ്ലീറ്റ് ദ ഡീൽ. റിസ്ക് ലെവൽ കുറവാണ്. കാരണം കുറവാണ്, പക്ഷേ കുറവല്ല. കാരണം നിങ്ങൾ അഗ്രി ചെയ്ത ഒരു കോൺട്രാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീല് നിങ്ങൾ യൂഷ്വലി കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു ബയറിനെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് അൺലെസ് യു ഹാവ് എൻ ഇൻവെസ്റ്റർ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അസിസ്റ്റഡ് സെയിൽ എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി എന്ത് ചെയ്യും? അസിസ്റ്റഡ് സെയിൽ ഐ എം ഗോണ പുട്ട് ഇറ്റ് ഇൻ ഹൈ റിസ്ക് അൺലെസ് യു ആർ ആൻ എക്സ്പീരിയൻസ്ഡ് എസ്റ്റേറ്റ് ഏജൻറ്റ്. എന്നാൽ കുഴപ്പമില്ല, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഐ എം ഗോണ അത് ഡെഫിനറ്റ്ലി ഹൈ റിസ്കിനകത്ത് വരുന്നൊരു സാധനമാണ്. സോ നമുക്ക് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോവാം, വിച്ച് ഈസ് കോർപ്പറേറ്റ് ലെറ്റ്സ്. സോ കോർപ്പറേറ്റ് ലെറ്റ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് പ്രോപ്പർട്ടി ടു കമ്പനി ഹൗസിങ് ദെയർ സ്റ്റഫ്. ഇത് രണ്ട് പേരെ പിക്ചറൈസ് ചെയ്ത് ഞാൻ സംസാരിക്കാം. ഒന്ന്, യു ആർ എ ലാൻഡ് ലോഡ്, മീൻസ് യു ആർ ലെറ്റിംഗ് യുവർ പ്രോപ്പർട്ടി ടു എ കമ്പനി, അവരുടെ സ്റ്റാഫിന്. സ്റ്റാഫ് ആയിരിക്കണമെന്നില്ല, റെൻറ്റ് മോഡലിലും കോർപ്പറേറ്റ് ലെറ്റ്സ് നമ്മൾ പറയാറുണ്ട്. സോ ഐദർ അവരുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിന് കൊടുക്കുന്നതിനാണ് നിങ്ങൾ ലാൻഡ് ലോഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടോക്ക് ടു യു ആസ് എ കമ്പനി. ഇഫ് യു ആർ എ കമ്പനി, നിങ്ങൾ കമ്പനിയുടെ സ്റ്റാഫിന് റെൻറ്റ് മോഡലാണെങ്കിൽ നിങ്ങൾ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനിക്കായിട്ട് നിങ്ങൾ കൊടുക്കുന്നു ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതേ വേ യു ക്യാൻ സീ ഇറ്റ് എനിവേ. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി ലെറ്റ്സ് ലൈക്ക് സെഡ് അഗൈൻ, നിങ്ങൾ ലാൻഡ് ലോഡ് ആണെങ്കിൽ നിങ്ങൾ കമ്പനീസ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടെനൻറ്റ് റൈറ്റ്സ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. നത്തിങ് മാറ്റേഴ്സ് റിയലി. കാരണം നിങ്ങൾ ആ ഒരു കമ്പനിക്ക് കൊടുക്കാൻ നേരത്ത് അവർ ഗ്യാരൻറ്റീഡ് റെൻറ്റ് നിങ്ങൾക്ക് തരും. യു ഹാവ് നത്തിങ് മച്ച് ടു വറി. അത് കണക്ക് നമ്മൾ യൂഷ്വലി ഉള്ള ടെനൻറ്റ് റൈറ്റ്സ് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. സോ നിങ്ങൾക്ക് വെരി ഈസിയാണ്. നിങ്ങൾക്ക് നേരെ എടുത്ത് ഈ ഒരു കമ്പനീസിന് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് യുവർ പ്രോപ്പർട്ടി ബാക്ക് ഇൻ കേസ് ഓഫ് എനി ബ്രീച്ച്. നത്തിങ് മച്ച് ടു വറി. അത് കണക്ക് യൂഷ്വലി അവർ മാർക്കറ്റ് വാല്യൂ റെൻറ്റ് ഇൻ സം സിനാരിയോസ് നിങ്ങൾക്ക് ഒരു പ്രീമിയം റെൻറ്റും നിങ്ങൾക്ക് അച്ചീവബിൾ ആയിരിക്കും. അപ്പം റെൻറ്റ് മോഡൽസൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും Airbnb സ്ട്രാറ്റജി ഒക്കെ ചെയ്താൽ ദേ മേക്ക് ദെയർ സൂപ്പർ റെൻറ്റ്. ആസ് എ ലാൻഡ് ലോഡ് വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ഗെറ്റ് മാർക്കറ്റ് വാല്യൂ ഓർ ഈവൻ സ്ലൈറ്റ്ലി ഹയർ മാർക്കറ്റ് വാല്യൂ റെൻറ്റ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനീസിനെ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കോർപ്പറേറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് അഗ്രി ചെയ്യാൻ പറ്റൂ. ഇനിഷ്യൽ ക്യാപിറ്റൽ ഐ വുഡ് സേ മീഡിയം. ക്യാഷ് ഫ്ലോയിന്
കുറച്ച് ടൈം എടുക്കും. ഇറ്റ്സ് നോട്ട് ഗോണ ബി വെരി ഈസി. ടൈം ടു മേക്ക് ഇൻകം ടൈം എടുക്കുന്നതാണ്. റിസ്ക് ലെവൽ ഇസ് ഓൾസോ മീഡിയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കമ്പനീസ് എടുത്തു കഴിഞ്ഞിട്ട് ഇൻ കേസ് ആ കമ്പനി ബാങ്ക്രപ്സിയിലോട്ട് ആവുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനീസിന് പ്രോപ്പറായിട്ട് റെൻറ്റ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പ്രോപ്പർട്ടി പിന്നെ നിങ്ങൾക്കത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ കണ്ടുപിടിക്കണം. അങ്ങനത്തുള്ള റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. സോ കോർപ്പറേറ്റ് ലെറ്റ്സ് ഞാൻ അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഐ ആം ഗോണ പുട്ട് ഇറ്റ് ഇൻ ഹൈ റിസ്ക്. വെരി ഹൈ റിസ്കിൽ ഞാൻ ഇടുന്നില്ല, ഹൈ റിസ്ക്. അത് റെൻറ്റ് മോഡലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു വൺ ഓഫ് ദി ടഫസ്റ്റ് തിങ് വിച്ച് ഇസ് ലാൻഡ് ഡെവലപ്മെൻറ്റ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതില്ലേ, ഏതായിരുന്നു, പ്രോപ്പർട്ടി ഫ്രം സ്ക്രാച്ച് ലാൻഡ് വാങ്ങിക്കുന്നു, അതിവിടെ നിങ്ങൾ പ്ലാനിങ് എടുക്കുന്നു, എന്നിട്ട് അവിടെ വീട് കെട്ടുന്നു, എന്നിട്ട് അത് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ എന്താ വെച്ചാൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ലാൻഡ് നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് പ്ലാനിങ് പെർമിഷൻ എടുത്തിട്ട് ആ ലാൻഡ് വിത്ത് പ്ലാനിങ് പെർമിഷൻ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ആ രീതിയിലും ചെയ്യാം. അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ആളുടെ അടുത്ത് ഒരു ലാൻഡ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് പോയി സംസാരിച്ച് അഗ്രി ചെയ്ത് ഒരു പ്രൈസ് അഗ്രി ചെയ്തിട്ട് ഈ വിലയ്ക്ക് ഞാൻ വിറ്റ് തരാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ലാൻഡ് നിങ്ങൾക്ക് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് പ്ലാനിങ് പെർമിഷൻ നിങ്ങൾക്ക് എടുക്കാം ആ ലാൻഡിന്. എന്നിട്ട് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 350,000 പൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് അഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാനിങ് പെർമിഷൻ ലെറ്റ്സ് സേ ഒരു 10,000 പൗണ്ടാണ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രൈസ് ചിലപ്പോൾ 400,000 ആണ് കിട്ടുന്നത്. കാരണം വിത്ത് പ്ലാനിങ് ആണ്. അപ്പോൾ വിത്ത് പ്ലാനിങ് പെർമിഷൻ ആയിട്ട് പുതിയ എമൗണ്ട് 400 ആണെങ്കിൽ അഗ്രി ചെയ്തത് ആ എമൗണ്ടിൽ നിന്നും ഇത്രയൊരു ഡിഫറൻസ് വരും. അപ്പോൾ അത്രയും വലിയ മാർജിൻ വിത്ത് പ്ലാനിങ് പെർമിഷൻ നിങ്ങൾക്ക് വിൽക്കാൻ നേരത്ത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അപ്പം ലാൻഡ് പോയി നിങ്ങൾ തന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല, ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം മാർജിൻ നല്ല ഹൈ ആണ്. പക്ഷേ പ്ലാനിങ് പെർമിഷൻ എടുക്കാൻ ഇറ്റ്സ് നോട്ട് ഗോണ ബി വെരി ഈസി. അതിന് നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കണം. സോ എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുമല്ല ഈ പ്ലാനിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. ഇനി ലെറ്റ്സ് സേ നിങ്ങൾ ലാൻഡ് വാങ്ങിക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി മാക്സിമം ആയിരിക്കും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിൽ ലാൻഡ് ഉള്ളയാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. ആകെ നിങ്ങൾ കയ്യിൽ നിന്ന് വരുന്ന കാശ് ഈ ഒരു പ്ലാനിങ് എടുക്കാൻ വേണ്ടി കാശ് വേണ്ടി വരും. സോ പൊട്ടൻഷ്യലി വെരി ഹൈ ആണ്. പക്ഷേ നല്ല രീതിയിൽ ടൈം എടുക്കും. നിങ്ങൾക്ക് കിട്ടുന്ന മാർജിൻ നല്ല കൂടുതലാണ്. പക്ഷേ എന്നാൽ തന്നെയും നല്ല രീതിയിൽ ടൈം കൊടുക്കും. അത് പ്ലാനിങ് വെച്ചിട്ട് ആ ലാൻഡ് വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുന്ന അനദർ കമ്പനി, ഒബ്വിയസ്ലി കമ്പനീസ് ആയിരിക്കും, ഓരോ പേഴ്സൺ ആയിരിക്കത്തില്ല ഒന്ന് ലാൻഡ് വാങ്ങിച്ചിട്ട് കിട്ടുന്നത്. മോസ്റ്റ് ലൈക്ലി കമ്പനീസ് ആയിരിക്കും അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അവർ വീട് കെട്ടിയിട്ട് അതൊരു വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബയറിനെ കണ്ടുപിടിക്കാൻ ഇറ്റ്സ് നോട്ട് ഗോണ ബി വെരി ഈസി അൺലെസ് യു ആർ ആൻ എസ്റ്റേറ്റ് ഏജൻറ്റ് ഓർ സമ്മൺ ഹു ഈസ് ഡൂയിങ് ദീസ് തിങ്സ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ഐ എം ഗോണ പുട്ട് ഇറ്റ് ഇൻ very high risk. As a beginner, I wouldn't recommend doing that strategy at all. അടുത്ത സ്ട്രാറ്റജി പ്രോപ്പർട്ടി ക്രൗഡ് ഫണ്ടിങ്. സോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഒരു കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരാൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നേരത്താ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 ആൾക്കാർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാം. സോ 5 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് അവർക്ക് 5 പേർക്ക് ഓണറായിട്ട് മാറാം. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും ഫണ്ടിട്ട് ആ ഒരു ഡെപ്പോസിറ്റ് ബിൽഡപ്പ് ചെയ്യാൻ ഇത്രയും പേര് കൂടി നിന്നിട്ട് വാങ്ങിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി സീൻ ആസ് എ ഫണ്ടിങ് മെത്തേഡാണ്. സോ ഒരു പക്ഷേ എന്നിട്ട് എല്ലാവർക്കും കുറച്ച് ഷെയർ ആയിരിക്കും ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. അനദർ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ട് ആ ഫണ്ട് വെച്ചിട്ട് യു ബൈ എ പ്രോപ്പർട്ടി ഓർ ഡു റെൻറ്റ് ഓർ വാട്ട് എവർ. അതാണ് ക്രൗഡ് ഫണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിലും പല ഇൻവെസ്റ്ററുടെ അടുത്തുനിന്നും കുറച്ച് ഷെയർ വെച്ച് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കൊടുക്കാം. ഈതർ വേ ഐദർ ദേ ക്യാൻ ഹാവ് സ്കിൻ ഇൻ ദ ഗെയിം ഓർ അല്ലാത്ത രീതിയിൽ ജസ്റ്റ് റിട്ടേൺസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ നമുക്ക് എൻട്രി ലെവൽ ഇസ് മച്ച് മോർ ഈസിയർ. കാരണം പക്ഷേ ഒബ്വിയസ്ലി ക്രൗഡ് ഫണ്ടിങ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് ആ ഒരു പൊസിഷനിങ്. ഇപ്പം എനിക്ക് ഐ ബീൻ ഡൂയിങ് ദിസ് ഫോർ 5 to 6 years. സോ ഐ ആം അൽഹംദുലില്ലാ ഇൻ എ പൊസിഷൻ വെയർ വി ക്യാൻ റേസ് ഫണ്ട്സ്. നമുക്ക് ക്രൗഡ് ഫണ്ട് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ദർസ് ടു മെനി തിങ്സ് വി ക്യാൻ ഡു. അപ്പം ആ രീതിയിലാണെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. അല്ലാതൊരു ന്യൂ കം ബിഗിനറിനെ ഞാൻ പറഞ്ഞില്ല അഗൈൻ ഇഫ് യു ആർ ഇൻ ദറ്റ് പൊസിഷൻ യെസ് പറ്റും, നിങ്ങൾക്ക് ആ ഒരു റീച്ചൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല ക്രൗഡ് ഫണ്ടിങ് ചെയ്യാനായിട്ട്. അപ്പം ഇനിഷ്യൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണ്ടി വരും. പക്ഷേ അഗൈൻ നിങ്ങളെ കയ്യിൽ നിന്നല്ല ഇടുന്നത്, ക്രൗഡ് ഫണ്ടാണ് ചെയ്യുന്നത്. സോ അത് ലെസ്സാണ്. ക്യാഷ് ഫ്ലോ പൊട്ടൻഷ്യലി ഐ വുഡ് സേ മീഡിയം. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ ഡീൽ, സ്പെസിഫിക് ഡീൽ യു ആർ ഡൂയിങ്, അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സമയം യെസ് എടുക്കും. കാരണം ക്രൗഡ് ഫണ്ട് ചെയ്യാൻ നേരത്തെ
ഇത്രയും ആൾക്കാരുടെ അടുത്ത് നിന്ന് ഷെയറാണ് കൊടുക്കുന്നതെങ്കിലും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 100,000 പൗണ്ട് ആണെങ്കിൽ അത് ഫണ്ട് ചെയ്ത് ആക്കിയെടുക്കാൻ ഇറ്റ് മൈ ടേക്ക് ടൈം. ഇറ്റ്സ് നോട്ട് ഗോണ ബി വെരി ഈസി. സോ റിസ്ക് ലെവൽ ഐ വുഡ് സേ ഉണ്ട്, ഇല്ല. എങ്ങനെയാണുള്ളത് എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു മീറ്റ് അത്ര ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പൂൾ ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ വൺസ് യു മേക്ക് ദറ്റ് മണി നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് ബേസിക്കലി ഒന്നും ഇടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചില സിനാരിയോസ് നിങ്ങളിടും, പക്ഷേ ഫുള്ളി ഫണ്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്നൊന്നും ഇടാതിരുന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങനെ നോക്കിയാൽ റിസ്ക് ലെവൽ നിങ്ങൾക്ക് കുറവാണ്. പക്ഷേ ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ഇത് വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം നമ്മൾ ക്രൗഡ് ഫണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ എനിക്ക് അൽഹംദുലില്ലാ ആ ഡീല് ഓക്കെ ആയിട്ട് പോയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരുത്തിയില്ല. സോ ഇത് ഐ എം ഗോണ പുട്ട് ഇറ്റ് ഇൻ ഹൈ റിസ്ക് എന്ന് വേണമെങ്കിൽ ഐ എം ഗോണ പുട്ട്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് മെയിൻലി നമ്മൾ ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ ഹൈ റിസ്ക് ആണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇറ്റ്സ് നോട്ട് ഹൈ റിസ്ക് ഫോർ മീ. കാരണം വി ബീൻ ഡൂയിങ് ദിസ് ഫോർ എ വൈൽ. സോ നമുക്ക് ഏത് സ്ട്രാറ്റജി ഫണ്ട് റേസ് ചെയ്താലും ക്രൗഡ് ഫണ്ട് ചെയ്താലും ആ പൈസ എവിടെ ഇടണം, എങ്ങനെ ഇടണം, ഏത് സ്ട്രാറ്റജിക്കാണ് സ്യൂട്ടബിൾ എന്ന് ക്ലിയറായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രം എനിക്ക് പേഴ്സണലി ഇറ്റ്സ് എ ലോ റിസ്ക് ഓർ മീഡിയം റിസ്ക്. പക്ഷേ ആസ് എ ബിഗിനർ ഐ എം ഗോണ പുട്ട് ദാറ്റ് ഇൻ ഹൈ റിസ്ക്. മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ സ്ട്രാറ്റജി വിച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ട്രാറ്റജി, ഡീൽ സോഴ്സിങ്, പ്രോപ്പർട്ടി സോഴ്സിങ്. എന്താണ് പ്രോപ്പർട്ടി സോഴ്സിങ്? പ്രോപ്പർട്ടി സോഴ്സിങ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ടു നോ അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദ സ്ട്രാറ്റജി വിച്ച് ഇസ് ഞാൻ നേരത്തെ പറഞ്ഞ HMO ചെയ്യുവാണ്, Airbnb ചെയ്യുവാണ്, പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് ചെയ്യുവാണ്, BRR ചെയ്യുവാണ്, ലാൻഡ് ഡെവലപ്മെൻറ്റ്സ്, ക്രൗഡ് ഫണ്ടിങ്, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ആ ഒരു സ്ട്രാറ്റജിയിൽ പൈസ മന്ത്ലി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ എ സർട്ടൻ നമ്പർ ഓഫ് മന്ത്സ് ഓർ സർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു ബൾക്ക് ക്യാഷ് കിട്ടുന്ന ഒരു സാധനം കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ച് ഒരു PDF ഫോർമാറ്റിലാക്കി അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ക്ലബ് മെമ്പേഴ്സിനൊക്കെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, ഡേറ്റ കൊടുക്കുന്നത്, ലിങ്ക്, അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഏജൻറ്റ്, അതിൻ്റെ ഒരു എക്സൽ ഷീറ്റ്, പ്രോപ്പർട്ടിയുടെ നമ്പേഴ്സ്, എത്ര പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്, മന്ത്ലി വേരിയബിൾ കോസ്റ്റ് എത്ര, ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, ഇതെല്ലാം കാണിച്ചിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ്, അതിൻ്റെ അവിടുത്തെ സപ്ലൈ ഡിമാൻഡ്, അത് കണക്ക് ഓക്യുപ്പൻസി റേറ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്, Airbnb ആണെങ്കിൽ അവിടുത്തെ നൈറ്റ്ലി പ്രൈസ്, എവറിത്തിങ്, അതിൻ്റെ കമ്പാരബിൾസ്, വേറെ എത്ര പ്രോപ്പർട്ടി ഉണ്ട്, അവരെത്ര മേക്ക് ചെയ്യുന്നത്, എവറിത്തിങ് നമ്മൾ ആഡ് ചെയ്ത് ഡ്യൂ ഡിലിജൻസ് പാക്ക് ആക്കിയിട്ട് നമ്മളൊരു ഇൻവെസ്റ്ററിന് കൊടുക്കും. സോ ദാറ്റ് പേഴ്സൺ വിൽ ബി ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് പ്രോപ്പർട്ടി. ഇതിൽ നിന്ന് മന്ത്ലി ക്യാഷ് ഫ്ലോ ആണെങ്കിൽ അത്, ലോങ് ടേം ആയിട്ട് പൈസ കിട്ടുന്നതാണെങ്കിൽ അത്, ഇത് നമ്മൾ PDF ഡ്യൂ ഡിലിജൻസ് കാണിച്ച് തെളിയിച്ച് കൊടുക്കാൻ നേരത്തെ ദേ പേ അസ് എ പ്രോപ്പർട്ടി സോഴ്സിങ് ഫീ. ഇത് കണ്ടുപിടിച്ച് കൊടുത്തതിൻ്റെ ഒരു ഫീ അവർ തരും. ഇത് ക്യാൻ വേരി, എത്ര വേണമെങ്കിലും ആവാം. നമുക്ക് വെരി സ്മോൾ എമൗണ്ട് വിച്ച് ഇസ് ഒരു 100-500 പൗണ്ട് തൊട്ട് വെരി ബിഗ് എമൗണ്ട് അപ് ടു 20,000 30,000 ഡീൽസൊക്കെ നമുക്ക് റീസെൻ്റ്ലി നമ്മളൊരു ക്ലബ് മെമ്പർ ഒരൊറ്റ പ്രോപ്പർട്ടി സോഴ്സ് ചെയ്തിട്ട് 16,500 പൗണ്ട് മേക്ക് ചെയ്തു, ഒരൊറ്റ വൺ സിംഗിൾ ഡീൽ സോഴ്സ് ചെയ്തിട്ട്. സോ ഇറ്റ്സ് നോട്ട്, പല ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്ത് 3,000 പൗണ്ട് ഉണ്ടാക്കാം എന്നല്ല. ഇറ്റ് ക്യാൻ ബി എനി മണി ഡിപ്പെൻഡിങ് ഓൺ ഹൗ ബിഗ് ദ ഡീൽ ഇസ്, ഹൗ മച്ച് മണി ദ പ്രോപ്പർട്ടി ക്യാൻ മേക്ക്. അല്ലെങ്കിൽ ആ ഒരു ഡീലിൽ നിന്ന് എത്ര ഉണ്ടാക്കാം. സോ അത്രയും കാശ് വരെ ഉണ്ടാക്കാൻ പറ്റും. പുള്ളി ലിറ്ററലി ഒരു വർഷത്തോളം നമ്മൾ പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്ത് ആക്ഷൻ ഒന്നും എടുത്തില്ല. കാരണം ഐ എം നോട്ട് ബ്ലെയിമിങ് ഹിം, യു വാസ് ഇൻവോൾവ് ഇൻ അതർ തിങ്സ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഈ മേഡ് എ ബിഗ് കം ബാക്ക്, വന്നിട്ട് നേരെ ഒരു സിംഗിൾ ഡീൽ ചെയ്ത് 16,500 പൗണ്ട് മേക്ക്. നമ്മളിപ്പോഴും സ്ക്രീൻഷോട്ട് വരെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മേക്ക് ചെയ്തതിൻ്റെ. അപ്പം അത്രയും വലിയ എമൗണ്ട് വരെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. 16,500 എന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ആനുവൽ ഇൻകമാണ്. സോ അത് ഫ്രം സോഴ്സിങ് വൺ സിംഗിൾ ഡീല്, അതൊരു ബ്ലോക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയത്. സോ ഹൈലി റെക്കമെൻഡഡ് സ്ട്രാറ്റജിയാണ് പ്രോപ്പർട്ടി സോഴ്സിങ്. അപ്പം എന്തുകൊണ്ട് ഇത് വർക്കാവും എന്ന് ചോദിച്ചാൽ, ഇഫ് യു നോ എനി വൺ ഓഫ് ദ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി പിക്ക് ചെയ്തിട്ട് അതിൽ പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് എനി മണി. ലിറ്ററലി യു നീഡ് സീറോ. കയ്യിൽ ഒരു കാശും വേണ്ട ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട്. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യം ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട്. ഇത് ഹൈലി ബിഗിനർ ഫ്രണ്ട്ലിയാണ്. കാരണം ഓൾ യു ഹാവ് ടു ഡു, ഞാനീ പറഞ്ഞ സ്ട്രാറ്റജീസ് പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജീനെ പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ അത് വെച്ച് നിങ്ങൾക്ക് പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. ഡൗൺ സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, only if you are not a club member I'm going to tell this downside. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഇഫ് യു ആർ ഇൻ എ ഗുഡ് പൊസിഷൻ, നിങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്ററിനെ പാസ് ഓൺ ചെയ്ത് അവർ നിങ്ങൾക്ക് പൈസ തരത്തുള്ളൂ. അതിന് ദാറ്റ് ഇൻവെസ്റ്റർ ഷുഡ് നോ
ലൈക്ക് ആൻഡ് ട്രസ്റ്റ് യു? അല്ലെങ്കിൽ വൈ വുഡ് സമ്മൺ പേ യു? നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡീൽ കണ്ടുപിടിച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അപ്പം ഇപ്പം ഐ എം നോട്ട് പ്രൈസിങ് മൈ സെൽഫ്, ഇപ്പം ഐ ആം ഇൻ എ പൊസിഷൻ ടു പ്രൂവ് ഈ ഒരു ഡീൽ വർക്കാവുന്നതാണെന്ന് എനിക്ക് തെളിയിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഐ ബീൻ ഇൻ ദിസ് ഫീൽഡ് ഫോർ എ വൈൽ. അപ്പം എൻ്റെ ക്രെഡിബിലിറ്റി യൂസ് ചെയ്താണ് നമ്മൾ പല ക്ലബ് മെമ്പേഴ്സും നമ്മൾ സോഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്ട്രിക്ട്ലി ഓൺലി ഫോർ ക്ലബ് മെമ്പേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രോപ്പർട്ടി സോഴ്സിങ്. അപ്പോൾ അതായത് നിങ്ങളൊരു ഡീൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ഹൂ ഇസ് ഗോണ പേ മീ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസറാണ് ഞാൻ കവർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇയേഴ്സ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത ഇൻവെസ്റ്റർ ലിസ്റ്റാണ് നമ്മൾ ക്ലബ് മെമ്പേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇപ്പം ഇഫ് യു കം അപ്പ് വിത്ത് എ പ്രോപ്പർട്ടി ദാറ്റ് മേക്സ് ലെറ്റ്സ് ഒരു 500 പൗണ്ട് എവറി മന്ത്, അതിൻ്റെ ഡ്യൂ ഡിലിജൻസ് പാക്ക് നമ്മൾ ക്ലബ്ബിൽ നിന്ന് തരുന്ന ഡ്യൂ ഡിലിജൻസ് പാക്കിനകത്ത് ഫില്ല് ചെയ്ത് കാണിച്ച് ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെയാണ് അത് വെരിഫൈ ചെയ്യുന്നത്. അത് വർക്കാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ തന്നെ നോക്കിയിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ടെൽ യു 24 hours പോയിട്ട് 2 ദിവസം മതി. അത് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്ത് അവിടുന്ന് ഒരു 3000, 4000, 5000 എത്രയാണെന്ന് വെച്ചാൽ സോഴ്സിലേക്ക് വാങ്ങിച്ചു തരാൻ ലിറ്ററലി വെരി ക്വിക്ക്. ഐ ഡോണ്ട് തിങ്ക് UK വേറെ വെള്ളക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മലയാളീസ് ക്ലിയർലി സെയിങ് ലിറ്ററലി നോ വൺ ഈ ഒരു സ്ട്രാറ്റജി. ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർ കാണും, ഞാൻ പറയുന്നത് ചെയ്യുന്നത്, ലിറ്ററലി ചെയ്യുന്നത് നമുക്ക് ചെയ്ത് കാണിച്ച് തെളിയിക്കാൻ പറ്റും. യു കം അപ്പ് വിത്ത് എ ഡീൽ. നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ചെയ്തു തരത്തില്ല. പക്ഷേ ക്ലബ് മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, പിക്ക് സ്ട്രാറ്റജി, അതിൽ നിന്ന് ഇത്ര പൗണ്ട് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂ ഡിലിജൻസ് പാക്ക്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. കാരണം വി ഹാവ് ക്രിയേറ്റഡ് എ ചെക്ക് ലിസ്റ്റ്. ഇതിനകത്ത് ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾ പ്രോപ്പർട്ടിയുടെ നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കാവുമോ ഇല്ലയോ എന്ന് കാണിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ക്ലബ് മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വർക്കാവുമോ ഇല്ലയോ എന്ന്. സോ നമുക്ക് ദാറ്റ്സ് നത്തിങ് മസ്റ്റ് പറയും. ആ ചാർട്ട് ഞാൻ റിപ്പീറ്റഡ്ലി നോക്കി എനിക്ക് ബൈ ഹാർട്ടാണ്. ഈവൻ നമ്മളെ കമ്മ്യൂണിറ്റി മാനേജറിനും നമ്മളെ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന ക്ലാസ്സിൽ എല്ലാവർക്കും ലിറ്ററലി ബൈ ഹാർട്ടാണ്. നമുക്ക് ആ ചാർട്ടിൽ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാം ഈ പ്രോപ്പർട്ടി വർക്കാവുമോ ഇല്ലയോ എന്ന്. വിച്ച് ഇസ് വൈ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാനടുത്ത് സോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് ഇൻവെസ്റ്റിന്. കാരണം നിങ്ങൾ പുറത്ത് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അൺഫോർച്ചുനേറ്റ്ലി വി കാൺ സോഴ്സ് ഇറ്റ് ഫോർ യു. സോ അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചാർട്ട്സ് ഒക്കെ മേക്ക് ചെയ്ത്, അപ്പോൾ അതിനകത്ത് നമ്പർ ഇട്ട് കഴിയുമ്പോൾ ലിറ്ററലി വർക്കാവുമോ ഇല്ലയോ എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി അതിൽ കാണിക്കും. ഓക്കെ, ഈ പ്രോപ്പർട്ടിയിൽ ഇന്ന സാധനം മീറ്റ് ചെയ്യുന്നില്ല, സോ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്, സോഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണിച്ച് കഴിയുമ്പോഴാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വിത്തിൻ ഈ പറഞ്ഞ 24 to 48 hours ഓർ ഈവൻ 72 hours 2-3 ദിവസം മതി അപ്പോഴത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡി ടു ബൈ. നമ്മൾ ഐ ക്യാൻ ഈവൻ ഷോ യു മെസ്സേജസ്. 10,000 പൗണ്ട് എൻ്റെ അടുത്തുണ്ട്, ഇത്രയും പൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ഇത്ര കാശ് വെച്ച് കിട്ടുന്ന പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഉണ്ട് നമുക്ക്. ഇൻസ്റ്റ എടുത്ത് കഴിഞ്ഞാൽ ലിറ്ററലി വി ഹാവ് പീപ്പിൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യോട്ടെ ഇത്രയുണ്ട്. നമുക്ക് ലീഡ് ഫോം എന്ന് പറഞ്ഞ സാധനമുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ. അതെടുത്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സീ എൻ്റെ അടുത്ത് 3000 ഉണ്ട്, എൻ്റെ അടുത്ത് 5000 ഉണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഈവൻ 2 days ago I met a landlord in the UK. പുള്ളിക്കാരൻ he literally wants to invest. Pulli has been in the UK for the past 25 or 30 years. I hope you are watching this video. Soon we are going to be doing something together, inshallah. അപ്പോൾ എനിവേ പുള്ളിയുടെ 6-7 പ്രോപ്പർട്ടി, 7ാമത്തെ പ്രോപ്പർട്ടി ഇപ്പോൾ പർച്ചേസ് ചെയ്യണം. അപ്പം ഈവൻ ഹീ വോണ്ട്സ് ടു ഇൻവെസ്റ്റ്. അപ്പം ദർ ആർ പീപ്പിൾ ഹൂ വോണ്ട്സ് ടു ഇൻവെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ശനിയാഴ്ചയല്ലേ, ഇന്ന് വെള്ളിയാഴ്ച, നമുക്ക് തിങ്കളാഴ്ച ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ട്. സോ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻവെസ്റ്ററാണ് നമുക്ക് വരുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് അത് നിങ്ങളടുത്ത് പറയുന്നതുകൊണ്ട് കാര്യമില്ല. വെരി ബിഗ് എമൗണ്ട്, ഫുൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളാണ്. അവർ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് ഷോ എ ഡീൽ. നമ്മൾ യൂസ് ചെയ്ത ചാർട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇത് വർക്കാവും എന്ന് കാണിച്ച് തെളിയിക്കാൻ പറ്റണം. അപ്പോഴാണ് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് ഇത് വർക്കൗട്ടാകുമ്പോൾ ഇത് ചെയ്ത് നോക്ക് എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആരും 3000 പൗണ്ട് 4000 പൗണ്ടും തരാൻ പോകുന്നില്ല. ക്ലിയറായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രം ഇത് വർക്കാവുമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിൽ യു നീഡ് ദി ത്രീ ഫാക്ടേഴ്സ് വിച്ച് ഇസ് നോ, ലൈക്ക് ആൻഡ് ട്രസ്റ്റ്. നിങ്ങളെ അറിയത്തില്ലെങ്കിൽ വൈ വുഡ് സമ്മൺ പേ യു, നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ വൈ വുഡ് സമ്മൺ പേ യു, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വൈ വുഡ് സമ്മൺ പേ യു. ഈ 3 കാര്യങ്ങൾ വേണം. വിച്ച് ഇസ് വൈ ഐ ആം ഹിയർ. അതുകൊണ്ടാണ് നമ്മൾ ക്ലബ് മെമ്പേഴ്സിന് ഞാൻ നിന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഈവൻ നൗ നമ്മൾ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ഇസ് ഫോർ വൺ ഓഫ് അവർ ക്ലബ് മെമ്പേഴ്സാണ്. എനിക്ക് പോലും അല്ല, വൺ ഓഫ് അവർ ക്ലബ് മെമ്പേഴ്സാണ് ആ പുള്ളിക്കാരൻ വരുന്നത് തന്നെ. അപ്പം ടു മെനി തിങ്സ് ഹാപ്പനിങ്, ട്രസ്റ്റ് മീ. പ്രോപ്പർട്ടി സോഴ്സിങ്, ഡീൽ സോഴ്സിങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പം അഗൈൻ സോറി, ഞാൻ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. സോ ഇനിഷ്യൽ ക്യാപിറ്റൽ 0, ക്യാഷ് ഫ്ലോ പൊട്ടൻഷ്യൽ വെരി ഹൈ, അടിപൊളിയാണ്.
ടൈം ടു ഇൻകം വെരി ക്വിക്ക്. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റർ റെഡി ആണെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ടേക്ക് യു ടൈം. റിസ്ക് ലെവൽ വെരി 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 ലോ. കാരണം ഇഫ് യു ക്യാൻ പ്രൂവ് വൈ ദിസ് പ്രോപ്പർട്ടി വർക്ക്സ്, ഡെഫിനറ്റ്ലി എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ സോഴ്സ് ചെയ്യാം. റിസ്ക് ലെവലില്ല. കാരണം യു ക്യാൻ ഈവൻ പാസ് ഓൺ ദ മാനേജ്മെൻറ്റ് ടു ദാറ്റ് ടീം ഓർ ടു സമ്മൺ എൽസ് ഓർ ദ ഇൻവെസ്റ്റർ ഇറ്റ് സെൽഫ്. കാരണം നിങ്ങൾ യു ആർ ഡൺ ആൻഡ് സോർട്ടഡ്. അത് പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം വിത്ത് കോൺട്രാക്റ്റ് എല്ലാം ചെയ്ത് വിത്ത് പ്രൂഫ് നിങ്ങൾ കൊടുക്കുകയാണ്. ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ദേ ആർ മേക്കിംഗ്. നിങ്ങൾക്ക് അത് ഇത് മാറിക്കഴിഞ്ഞാൽ യു ഹാവ് ദറ്റ് മണി, ലെറ്റ് ഇറ്റ് ഗോ എന്ന രീതിയിലാണ്. സോ യെസ്, ഇത് വിൽ ബി ഡീൽ സോഴ്സിങ് വിൽ ബി വെരി ലോ റിസ്ക്. ഞാൻ ഇതിനകത്ത് ലോ റിസ്കിൽ കോസ്റ്റിങ്ങും എയർബിൻബി മാനേജ്മെൻറ്റുമാണ് ഇട്ടേക്കുന്നത്. ഇഫ് ദെയർ വാസ് അനദർ ഓപ്ഷൻ ഫോർ വെരി ലോ റിസ്ക്, ഈ ഡീൽ സോഴ്സിങ് ഞാൻ കൊണ്ട് അതിനകത്ത് ഇട്ടേക്കാം. പക്ഷേ അഗൈൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളായിരിക്കണം. അല്ലാതെ ആരുടെ അടുത്തെന്തെങ്കിലും പോയി നിങ്ങൾക്ക് ഡീല് വാങ്ങിക്കുകയും ചെയ്യരുത്, നിങ്ങൾ ഡീല് വിൽക്കാനും നിൽക്കരുത്, അൺലെസ് യു ഡോണ്ട് നോ ഹൗ ടു ഡു പ്രോപ്പർ ഡ്യൂ ഡിലിജൻസ്. അപ്പം ലാസ്റ്റ് വൺ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡീൽ സോഴ്സിങ് കംസ് അണ്ടർ ലോ റിസ്ക് ബിക്കോസ് വെരി ലോ റിസ്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ദീസ് ആർ നമ്മൾ എത്ര എണ്ണം കവർ ചെയ്തു? 17 സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ എത്രമാത്രം കണ്ടു എന്നെനിക്കറിയത്തില്ല, പക്ഷേ ഐ ഹോപ്പ് യു വാച്ച് ദിസ് ഹോൾ വീഡിയോ കംപ്ലീറ്റ്ലി. നിങ്ങൾ മൊത്തം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് യു ടു ഗോ ബാക്ക്. എന്നിട്ട് അതിനകത്ത് ഓരോ സ്ട്രാറ്റജീസ് ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുക. കാരണം ട്രസ്റ്റ് മീ, വി ആർ ദി ബെസ്റ്റ്. നമ്മൾ യു കെയിൽ മലയാളികളായിട്ട് ചെയ്യുന്നത് നമ്മളല്ലാതെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ നമുക്ക് ലിറ്ററലി, നിങ്ങൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരിക്കും, ചെയ്ത് സ്വന്തമായിട്ട് പഠിച്ച ആൾക്കാരുണ്ടായിരിക്കും, മിസ്റ്റേക്ക് ചെയ്യുന്ന പഠിച്ച ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മേക്ക് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പൈസ കൊടുത്ത് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. സോ ഐ ഡോണ്ട് ഹോൾഡ് ബാക്ക് ടു മേക്ക് മണി. ഐ പേ അതർ പീപ്പിൾ ടു ലേൺ വാട്ട് ഷുഡൻ ബി ഡൺ. വാട്ട് ഷുഡ് ബി ഡൺ അല്ല, വാട്ട് ഷുഡൻ ബി ഡൺ. ദാറ്റ്സ് ഹൗ ഐ സേവ് ടൈം. എനിക്ക് വെരി ലോ ഏജിൽ ഹയർ പോസ്റ്റിലെത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിച്ച് ഐ അസ്യൂം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ഇഫ് യു ഗോ ബാക്ക് ആൻഡ് വാച്ച് ഈ സ്ട്രാറ്റജി ഞാൻ പറയുന്നത്, യു ക്യാൻ ഡിസൈഡ് ആസ് എ ബിഗിനർ. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം ട്രസ്റ്റ് മീ, കഴിഞ്ഞ 6 വർഷത്തിൽ ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നയാളാണ്. ഐ എം നോട്ട് സെയിങ് ഞാൻ ഈ എല്ലാ സ്ട്രാറ്റജിയും ചെയ്തെന്നല്ല. ഐ പേഴ്സണലി നോ. എനിക്ക് ഫസ്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. ഐ ക്യാൻ ടേക്ക് മൈ ഫോൺ ആൻഡ് ഗിവ് എ കോൾ. ഇതിനകത്ത് നിന്ന് എല്ലാ സ്ട്രാറ്റജിയും ചെയ്യുന്ന ഡയറക്റ്റ് ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളടുത്തുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഞാൻ. വിച്ച് ഇസ് വൈ ഐ എം റെക്കമെൻഡിങ് ഓരോ സ്ട്രാറ്റജി. ഇത് മൊത്തം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ആൻഡ് വാച്ച് ഈ സ്ട്രാറ്റജി. എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോക്കി പിക്ക് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഹെൽപ്പ് വേണമെങ്കിൽ താഴെ നിങ്ങളൊരു കോൾ ബുക്ക് ചെയ്യുക. താഴെ നമ്മൾ ലിങ്ക്സോ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യും. താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് സ്ട്രാറ്റജിക്കാണ് ഹെൽപ്പ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഹെൽപ്പാണെങ്കിൽ അതുകൊണ്ടായിരിക്കും, പെയ്ഡ് ആയിട്ടുള്ള ഹെൽപ്പാണെങ്കിൽ അതുകൊണ്ടായിരിക്കും. ടോട്ടലി അപ് ടു യു. വി ആർ നോട്ട് പുഷ് യു എനി വൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാറ്റജി പിക്ക് ചെയ്യുക, കം ടു us. അതിനുള്ള സപ്പോർട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഡിഡ് ഹെൽപ്പ് യു. ഈ ഒരു ഫുൾ സ്ട്രാറ്റജി മൊത്തം കണ്ടവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി പിക്ക് എ സ്ട്രാറ്റജി, ഗിവ് എ കോൾ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. സീ യു ദെൻ.